कुरनी शमौन के बारे में हमें देने वाले जो आत्मिक पढ़ाई के बारे में हम लोग पढ़ रहे हैं। 3 പാഠങ്ങൾ നമ്മൾ ഇതിനോടകം പഠിച്ചു. 3 अध्याय हम लोग इसके साथ जो पढ़ा हमने. ഒന്ന്, മനുഷ്യമാനത്തേക്കാൾ വലുത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മാനമാണ്. एक मनुष्य के जो है द्वारा सम्मानित होने से बेहतर है कि हम परमेश्वर के द्वारा सम्मानित हो. 2, ആരെ വേണമെങ്കിലും ക്രൂശ് ചുമപ്പാൻ കർത്താവിനെ വിളിക്കാം. दूसरा जो है किसी को भी परमेश्वर जो है क्रूस उठाने के लिए बुला सकता है. 3, എപ്പോൾ വേണമെങ്കിലും ക്രൂശ് ചുമപ്പാൻ വിളിക്കാം. कभी भी जो है परमेश्वर जो है क्रूस उठाने के लिए बुला सकता है. 4ാമത്തെ പാഠം, चौथा जो पाठ, ക്രൂശ് ചുമപ്പാൻ നിർബന്ധിക്കപ്പെടും. चौथा जो है क्रूस उठाने के लिए जो है हमें जबरदस्ती किया जाएगा. 3 സുവിശേഷകന്മാരും ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. 3 सुसमाचार लोगों ने जो है इसके बारे में बताया हुआ है. അവനെ നിർബന്ധിച്ച് ക്രൂശ് ചുമപ്പിച്ചു. उसे जबरदस्ती जो है क्रूस उठाया गया. ഈ നിർബന്ധം പല വിധത്തിലാണ് ഉണ്ടാകുന്നത്. ये जबरदस्ती जो है कई तरीके से होती है. ഈ ശാസിച്ച് നിർബന്ധിക്കാറുണ്ട്. कई बार डांट के जो है जबरदस्ती करवाते हैं. ഇപ്പം നമ്മുടെ പിള്ളേർ, കൊച്ചു കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, പാല് കുടിക്കുന്നില്ല, ഉടനെ നമ്മൾ ശാസിക്കും, അടിക്കും, പിടിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശാസിച്ച് നിർബന്ധിച്ച് ഈ ഭക്ഷണം കഴിപ്പിക്കും. कई बार जो है हमारे छोटे बच्चे जब खाना नहीं खाते तो हम उनसे जबरदस्ती करते हैं, डांटते हैं, उनको डांट के जो है खाना खिलाते हैं. उस तरीके से जबरदस्ती करते हैं हम लोग. അതായത് ഭീഷണിപ്പെടുത്തി, ഭീഷണി കൊണ്ട് നിർബന്ധം ഉണ്ടാകും. मतलब कि डराकर जो है उनको जो है वो जबरदस्ती करवाते हैं हम लोग. ഇനി രണ്ടാമത് നിർബന്ധം ഉണ്ടാകുന്നത് ശിക്ഷ നിമിത്തം, ശിക്ഷിച്ചുകൊണ്ട് നിർബന്ധിക്കും. दूसरा जो जबरदस्ती करवाते हैं शिक्षा देकर, दंड देकर जो है उस तरीके से जो है तैयार करवाते हैं. ഇപ്പം ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾ അവര് ജോലി ചെയ്യണം, അല്ല ചുമ്മാ അവിടെ കിടത്തുകയല്ല. അപ്പൊ അവര് ജോലി ചെയ്യുന്നത് ശിക്ഷ മൂലം ഉണ്ടാകുന്നതായ നിർബന്ധമാണ്. मतलब जो जेल में पड़े हुए लोग होते हैं उनको जो है वहां पर आराम नहीं करना होता है, बल्कि उनको वहां पर काम करना होता है. और ये काम जो है उनको जो दंड दिया गया है उसके अनुरूप उनको जो करना पड़ता है वहां पे. എന്നാൽ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിച്ച നിർബന്ധം സ്നേഹത്തിന്റെ നിർബന്ധമാണ്. लेकिन परमेश्वर ने जो हमें सिखाया है वो जबरदस्ती जो है प्रेम के द्वारा होना है वो दिखाया है. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. 2 कुरिन्थियों किताब उसे 5 का जो है 14 वाक्य. ക്രിസ്തുവിന്റെ സ്നേഹം വായിക്കാം. 2 കൊരിന്ത്യർ 5:14. അപ്പോൾ ആ നിർബന്ധം ഇന്ത്യയിൽ കൂടെ വായിച്ചു. क्योंकि मसीह का प्रेम हमें विवश कर देता है. അപ്പോൾ പുതിയ നിയമത്തിലെ നിർബന്ധം, ക്രിസ്തുവിന്റെ നിർബന്ധം സ്നേഹം നിമിത്തമുണ്ടാകുന്ന നിർബന്ധമാണ്. इसे नए नियम का जो जबरदस्ती जो है वो परमेश्वर के स्नेह के द्वारा, प्रेम के द्वारा किया गया है. ക്രിസ്തുവിന്റെ സ്നേഹം, നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമ്മളെ സ്നേഹിച്ച യേശുവിന്റെ സ്നേഹം നിമിത്തം നമുക്കുണ്ടാകുന്ന നിർബന്ധം. मतलब जो है मसीह यीशु के द्वारा हमें दिए गए जो अपने आप को जो कुर्बान कर दिया, वो उसके द्वारा जो दिए गए प्रेम के जो निबंधन के अनुसार जो है दिया हुआ जबरदस्ती है. ये ആ ക്രിസ്തുവിന്റെ സ്നേഹം उस मसीह के स्नेह को നമ്മളെ ഏതിനെല്ലാം നിർബന്ധിക്കുന്നു, हमें किस किस काम के लिए तैयार करता है. അപ്പോൾ അടുത്ത സബ് ഹെഡിങ് ക്രിസ്തുവിന്റെ സ്നേഹം. दूसरा जो हेडिंग है वो मसीह का स्नेह, നമ്മളെ ഏതിനെല്ലാം നിർബന്ധിക്കുന്നു, किस सब चीजों के लिए हमें तैयार करता है. ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഏതെല്ലാം കാര്യങ്ങളിലേക്കാണ് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നത്. किसी भी काम को करने के लिए तैयार करना नहीं, किस किस काम के लिए तैयार करता है मसीह का स्नेह, वो है. 1 पहला 1 കൊരിന്ത്യർ 1 कुरिन्थियों 9-ാം അധ്യായം 16-ാം വാക്യം. 1 कुरिन्थियों का जो है 9वें अध्याय का 16वां वाक्य. സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയുള്ള നിർബന്ധമാണ്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 16-ാം വാക്യം. मतलब पहला कुरिन्थी 9 का जो है 16 वाक्य जो है मसीह का सुसमाचार सुनाने के लिए जो है तैयार करता है. അപ്പോൾ ആ നിർബന്ധം എന്തുവാ? സുവിശേഷം അറിയിക്കുവാനുള്ള നിർബന്ധം. मतलब वो क्या है? जबरदस्ती वो जो है यीशु मसीह का जो है सुसमाचार को सुनाने का जो है जो दिया हुआ अधिकार है. നിർബന്ധം എങ്ങനെ നമുക്കുണ്ടായി? ക്രിസ്തുവിന്റെ സ്നേഹം. वो जो है मसीह के स्नेह के द्वारा हुआ. ये അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നത്, हम जो दूसरों को जो है मसीह का सुसमाचार जो सुनाते हैं, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. क्योंकि मसीह का स्नेह जो है वो हमें तैयार करता है, इसी की वजह से है. പാപികളായിരുന്ന നമ്മളെ കർത്താവ് സ്നേഹിച്ച
അവന്റെ മക്കളും അവകാശികളുമാക്കി മാത്രമല്ല നമ്മളെ ശുശ്രൂഷകന്മാരാക്കി. पाप और पाप के अधिकार में फंसे हुए हम लोग को परमेश्वर ने बुलाकर हमारे पाप को दूर करके अपना संतान नहीं बनाया, बल्कि जो है परमेश्वर ने जो है उसके सुसमाचार सुनाने के लिए भी तैयार किया है. ആ സ്നേഹം, वो स्नेह है, ക്രിസ്തുവിൽ ആ സുവിശേഷം അറിയിക്കുവാൻ നമ്മളെ നിർബന്ധിക്കുന്നു. वो सुसमाचार सुनाने के लिए हमसे वो जबरदस्ती करवा रहा है. ഇനി രണ്ടാമത്തെ ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുന്ന രണ്ടാമത്തെ സ്ഥാനം, अभी दूसरा जो स्थान उसके बारे में മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. मरकोस का 1 का 12वां वाक्य. കണ്ടോ? അപ്പോൾ രണ്ടാമത്തെ നിർബന്ധം മരുഭൂമിയിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള നിർബന്ധം. मतलब मरुभूमि में जाने, जंगल में जाने के लिए जो है जबरदस्ती करवाया. അത്രയും മനസ്സിലാക്കിയാൽ പോരാ. उतना काफी नहीं है. എന്തിനാണ് നമ്മളെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്? क्यों हमें जंगल की अवस्था में लेकर जाते हैं? അതിന് പല കാരണങ്ങളുണ്ട്. उसके पीछे कई कारण हैं. ഒന്ന്, മരുഭൂമിയിലാണ് കൃപ ലഭിക്കുന്നത്. क्योंकि जंगल में ही है जहां पे कृपा प्राप्त होती है. ഇരമ്യാ പ്രവചനം 31-ാം അധ്യായം 2-ാം വാക്യം. यिर्मयाह के अध्याय उसके 31 का 2. ഇരമ്യാ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. കണ്ടോ? यहोवा यूं कहता है, जो प्रजा तलवार से बच निकली उन पर जंगल में अनुग्रह हुआ. അപ്പോൾ മരുഭൂമിയിൽ എന്തോ ഉണ്ട്? മരുഭൂമിയിൽ കൃപയുണ്ട്. क्योंकि मरुभूमि में क्या है, जंगल में क्या है, अनुग्रह है. മരുഭൂമിയിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. मरुभूमि में, जंगल में जो है वहां पे पानी नहीं है, वैसी अवस्था है. അവിടെയാണ് കൃപ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. वहीं पे जो है कृपा प्राप्त होने की अवस्था आती है. അപ്പോൾ മരുഭൂമിയിലേക്ക് ദൈവാത്മാവ് നമ്മളെ നിർബന്ധിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം നമ്മുടെ മേൽ കൃപ പകരുവാൻ വേണ്ടി. जंगल में हमें परमेश्वर की आत्मा जो लेकर जाते हैं, उसका सबसे पहला जो उद्देश्य वो है वहां पे प्रशिक्षण देना वहां पे. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പറയാൻ കഴിയും, ഞാൻ കൃപ പ്രാപിച്ചത് എന്റെ ജീവിതത്തിലെ മരുഭൂമിയുടെ നാളുകളിലാണ്. यहाँ पे बैठे हर कोई कह सकता है कि जो मैंने जो कृपा प्राप्त किया है, अनुग्रह प्राप्त किया है, वो मरुभूमि या जंगल की अवस्था में मैंने प्राप्त किया है. ഒറ്റപ്പെട്ട അനുഭവത്തിൽ, വേദനയുടെ നാളുകളിൽ, രോഗക്കിടക്കുകളിൽ, അവിടെ വെച്ചാണ് ദൈവത്തിന്റെ കൃപ നമ്മൾ ധാരാളമായി അനുഭവിച്ചത്. अकेले पड़ा हुआ था, रोग की अवस्था में था, वैसी अवस्थाओं में भी जो है मैंने जो प्राप्त किया वो परमेश्वर का अनुग्रह प्राप्त किया. മരുഭൂമിയിൽ രണ്ടാമതുള്ളത് ദൈവത്തിന്റെ ആലോചനയുണ്ട്, അരുളപ്പാടുണ്ട്. जंगल में जो है परमेश्वर के विचार है, परमेश्वर द्वारा बोली गई बातें हैं वहां पे. ഹോശിയ പ്രവചനം होशे के अध्याय 2-ാം അധ്യായം 14-ാം വാക്യം. दूसरे अध्याय का जो है 14वां वाक्य. ഹോശിയ പ്രവചനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. उसका जो है 14वां वाक्य. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അപ്പോൾ മരുഭൂമിയിൽ കർത്താവിന്റെ ഹൃദ്യമായ സംഭാഷണമുണ്ട്, ആലോചനയുണ്ട്. जंगल में जो है परमेश्वर के हृदय रूपी बातें हैं, उसके विचार हैं वहां पे. മാത്രമല്ല അവിടെ വച്ച് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെ പ്രത്യാശയുടെ വാതിലായി ആഖോ താഴ്വരയെയും കൊടുക്കും. मतलब वहां पर मैं जो है दाग की बारियों के रूप में जो है आकोर की तराइयों की आशा भी दूंगा. അപ്പോൾ മരുഭൂമിയിൽ तो मरुभूमि ദൈവ में- ശബ്ദമുണ്ട്. मरुभूमि में जो है परमेश्वर का शब्द है. മൂന്നാമത് മരുഭൂമിയിൽ എന്തോ ഉണ്ട്? तीसरा जो है मरुभूमि में क्या है? ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം उत्पत्ति किताब 16वें अध्याय അതിന്റെ 7-8 വാക്യങ്ങൾ. उसका 7 और 8वां वाक्य. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7-8 വാക്യങ്ങൾ. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ചു തന്നെ അവളെ കണ്ടു. സാറായിയുടെ ദാസിയായ ഹാഗാരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് അവൾ, ഞാൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടി പോകുകയാകുന്നു എന്ന് പറഞ്ഞു. നീതുറവയുണ്ട്. मतलब कि जो है जंगल में जो है जल के सोते हैं. അപ്പോൾ ഈ ഹാഗാർ वहां पे हाजिरा ഈ സാറായിയുടെ കാഠിന്യ നിമിത്തം ഓടിപ്പോയതാണ്. मतलब सारा के जो है जो उत्पड़ से जो है तार की तकलीफ से निकलकर भागी थी वो. മരുഭൂമിയിൽ നീതുറവിന്റെ അരികെ വച്ച് യഹോവയുടെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. वहां पे जो है जंगल में जल के सोते के पास से जो है मसीह के जो है दूत ने जो है वहां पे प्रकट से हुआ. അവൾ ഭാവി എന്തായിരിക്കണമെന്ന്
ദൈവത്തിന്റെ ദൂതൻ അവൾക്ക് അരുളപ്പാട് കൊടുക്കുന്നത് മരുഭൂമിയിലാണ്. और वो भावी में कैसी होगी करके उसके बारे में विचार देने वाला जो है परमेश्वर का दूत वहां पर है जंगल में. നിന്റെ യജമാനത്തിക്ക് നീ കീഴ്പ്പെട്ടിരിക്കണം. I mean तू जिसकी दासी है उसके चरणों में रह के रहे. അതുപോലെ ഇവൾ മടങ്ങി വന്നു. अपने स्वामिनी के पास वापस जा और वैसे ही वो वापस आई. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നത് മരുഭൂമിയിലേക്ക് പോകുവാൻ. तो परमेश्वर का स्नेह जो है हमें जबरदस्ती करवाता है कि जंगल में जाने के लिए. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ മരുഭൂമിയിൽ പോകുവാൻ ആത്മാവ് നിർബന്ധിച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. हम पढ़ते हैं कि हमारे जो मसीह को जो है जंगल में जाने के लिए आत्मा ने प्रेरित किया. ആ മരുഭൂമിയിൽ അവൻ കാട്ടു മൃഗങ്ങളോടൊപ്പമായിരുന്നു എന്നവിടെ താഴെ വായിക്കുന്നുണ്ട്. वहां पे हम पढ़ते हैं कि वहां पे जंगली जानवरों के बीच में वो था करके. അപ്പോൾ ഈ കാട്ടു മൃഗങ്ങൾ എന്ന് പറഞ്ഞാല് കാട്ടാനയും പോത്തും പുള്ളിപ്പുലിയും അവിടെ കൂടെ ആണെന്നല്ല, മൃഗീയമായ പോരാട്ടങ്ങൾ കർത്താവ് അവിടെ സഹിച്ചു എന്നാണ്. वहां पे जंगली जानवर का अर्थ ये नहीं कि वहां पे जो है चीते, वहां पे जानवर, शेर, हाथी, ये सब नहीं है, बल्कि जो है मृग रूपी जो है वहां पे जो अत्याचार, ये जो तकलीफ या परेशानियां है उनके बीच से वो गुजरा. वो അപ്പോൾ മരുഭൂമിയിൽ മൃഗീയമായ പോരാട്ടങ്ങൾ നേരിടേണ്ടി വരും. जंगल में जो है जानवरों के अनुरूप जो है तकलीफों को जो है सामना करना पड़ सकता है. ഈ മരുഭൂമിയിലുള്ളതായ ചില കാട്ടുമൃഗങ്ങളെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. आपको जो है मरुभूमि या जंगल में जो होने वाले जो जानवर के बारे में थोड़ा बताते हैं. ഈ 91 സങ്കീർത്തനം, भजन संगीता 91 അതിന്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. उसका 13वां वाक्य हम पढ़ते हैं. സിംഹത്തിന്റെ മേലും तू सिंह और नाग को कुचलेगा. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ഇവിടെ 4 കാട്ടുമൃഗങ്ങളെ പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. यहाँ पे जो है 4 जंगली जानवर के बारे में प्रस्तावित किया गया है. 1 സിംഹം, पहला है सिंह, 2 അണലി, दूसरा है नाग, 3 ബാലസിംഹം, तीसरा है जवान सिंह, 4 പെരുമ്പാമ്പ്. चौथा जो है अजगर. സാത്താന്റെ 4 അടവുകളെയാണ് ഇത് കാണിക്കുന്നത്. ये शैतान की 4 युक्ति के बारे में बताया गया है. സാത്താൻ അലതിന്ന സിംഹമെന്ന പോലെ എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മളെ വായിക്കുന്നുണ്ട്. हम पत्रोस के लेखन में पढ़ते हैं कि शैतान जो है गरजने वाले सिंह के समान है. അപ്പോൾ സിംഹശക്തി പോലെ സാത്താൻ അലതി വരും. मतलब सिंह के शक्ति के समान जो है शैतान जो है गरज कर आएगा. ആ സിംഹത്തെ നമ്മൾ തകർക്കണം. उस सिंह को जो है हमें नष्ट करना होगा. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ 3 വ്യക്തികൾ 3 സിംഹങ്ങളെ കൊന്നതായിട്ട് വായിക്കുന്നു. और पुराने नियम के अंदर जो है 3 व्यक्ति जो है सिंहों को मारा हुआ देखते हैं हम लोग. നിങ്ങൾക്കറിയാം ആരൊക്കെയാ 3 പേര്? आप लोग जानते कौन है? 1 ദാവീദ്, 2 एक दाऊद, ശിംശോൻ, 3 दूसरा शिमशोन. 3 അപ്പൊ അറിയത്തില്ലെന്ന് എനിക്കറിയാം. मुझे मालूम है आप लोगों को नहीं पता है. ഞാൻ പറയാം. അപ്പൊ ദാവീദ് കൊന്ന സിംഹം എവിടത്തെ സിംഹം? दाऊद ने जिस सिंह को मारा था वो कहाँ का सिंह था? वो ശൗമേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം, पहले शमूएल का जो है 17-ാം അധ്യായം 17वां अध्याय, അതിന്റെ 34-ാം വാക്യം. उसका 34वां वाक्य, 1 ശമൂവേൽ 17:34. 17 का 34, 1 शमूएल. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അതെന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു. അപ്പോൾ 1-ാമത് സിംഹത്തെ കൊന്നത് ദാവീദാണ്. സിംഹത്തെ കൊന്നത് पहले जो है सिंह को जो मारने वाला कौन है? वो दाऊद है. ഈ സിംഹം കാട്ടിലെ സിംഹമാണ്. ये जो सिंह जो है वो जो जंगल का सिंह है. ഈ വനത്തിലാണ് ദാവീദ് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നത്. मतलब वन में जो है दाऊद जो है भेड़ बकरियों को चराता था. അപ്പോൾ ആ വനത്തിൽ നിന്നാണ് ഒരു സിംഹം വന്ന ആ ഈ ദാവീദിന്റെ ആടുകളിൽ ഒന്നിനെ പിടിച്ചോണ്ട് പോയത്. तो उस वन में से जो है एक सिंह ने आकर जो है दाऊद के जो है भेड़ को उठा के लेकर गया. ദാവീദ് അതിന്റെ പുറകെ ചെന്ന് സിംഹത്തെ അടിച്ചു. दाऊद ने उसका पीछा करके उसको मारता गया. वो അതിന്റെ വായിൽ നിന്ന് സിംഹത്തെ പിടിച്ചെടുത്തു. और उसके मुंह से उसको छुड़ा लिया. ആ സിംഹം ദാവീദിന്റെ മേൽ ചാടി വീണു. और वो सिंह जो है दाऊद के ऊपर उछल पड़ा ദാവീദ് അതിനെ അടിച്ചു കൊന്നു. और दाऊद ने उसको मार डाला. ഇന്നത്തെ ദാവീദുമായിട്ടാണെങ്കിൽ ഈ ഈ സിംഹം വന്ന് ഒരു ആടിനെ പിടിച്ചോണ്ട് പോയി. പിറ്റേ ദിവസം അപ്പനോട് പറയും, അപ്പ ഇന്നലെ ഒരു സിംഹം വന്ന്, പിന്നെ ആ സിംഹത്തിന്റെ വലിപ്പം എല്ലാം പറയും. ആ സിംഹം വന്ന് ഒരു ആടിനെ പിടിച്ചുകൊണ്ടുപോയി
സിംഹം എന്നെ കണ്ടില്ല, സ്തോത്രം ഹല്ലേലൂയ. मतलब आज के अगर दाऊद होंगे तो क्या बोलेंगे? वो बोलेंगे कि पिताजी, अपने पिताजी से अगर बोलेंगे तो ये बोलेंगे, पिताजी मैंने जो है एक बड़े सिंह को आते हुए देखा, वो हमारे जो मेमने को लेकर चला गया, उसका हाइट वेट ये सब कुछ इतना था और उसने जो है मुझे नहीं देखा. हालेलुया, धन्यवाद. നമ്മുടെ ഒരാടിനെയും സിംഹം പിടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. हमारे किसी भी जो है मेमने को जो है सिंह देकर नहीं जाना चाहिए. ഒരാട് പോലും നഷ്ടപ്പെടാൻ പാടില്ല. एक भी मेमना जो है हमारा नष्ट नहीं होना चाहिए. ആട് നമ്മുടേതല്ല, അപ്പന്റേതാണ്. अभी भेड़ किसका है? वो हमारा नहीं है, वो परमेश्वर का है. ആ വാക്യം ശ്രദ്ധിച്ചു. അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചു वो കൊണ്ടിരിക്കുമ്പോൾ, वाक्य को जब समझो कि वहां पे लिखा हुआ है कि जब तेरा दास जो है पिता की जो भेड़ों को जब चरा रहा था, അപ്പോൾ നമ്മളെ മേയ്പ്പാൻ ഏൽപ്പിക്കുന്ന ആടുകൾ നമ്മുടേതല്ല, അപ്പന്റെ വകയാണെന്നുള്ള ബോധം നമുക്ക് വേണം. हमें जो सौंपा गया भेड़ बकरियां जो है वो हमारा नहीं है, वो पिता का है, वो करके वो हमें हमेशा ध्यान होना चाहिए. ഒരാട് പോലും നഷ്ടപ്പെടാൻ പാടില്ല. एक भी जो है भेड़ नष्ट नहीं होना चाहिए. അതിന്റെ പുറകെ ചെന്ന് പിടിച്ചെടുക്കണം. उसके पीछे जाके उसको पकड़ कर लेकर आना है. അന്നേരം സിംഹം ചാടി വീണെന്നിരിക്കും. उसका सिंह जो है कूद के उछल पड़ेगा तुम्हारे ऊपर. അവരെ തകർക്കാനുള്ള ആത്മബലം കർത്താവ് നമുക്ക് उसको തന്നിട്ടുണ്ട്. नष्ट करने का आत्म बल जो है परमेश्वर तुम्हें देगा. ഇനി രണ്ടാമത്തെ സിംഹത്തെ കൊന്നത് ശിംശോനാണ്. दूसरे सिंह को मारने वाला शिमशोन था. ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായം जब न्यायों के अध्याय पढ़ते हो 14वां अध्याय 5-6 വാക്യങ്ങൾ. 4-5 वाक्य. അങ്ങനെ ശിംശോനും അപ്പനും അമ്മയും ആ. തിമ്നയിലേക്ക് പോയി ആ. തിമ്നയ്ക്ക് അരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ആ. ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. ആ അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. കണ്ടോ? അപ്പോൾ ശിംശോൻ കൊന്ന സിംഹമാണ് രണ്ടാമത്തെ സിംഹം. अब शिमशोन ने मारा हुआ जो है सिंह है दूसरा सिंह. ഈ സിംഹം എവിടത്തെ സിംഹം? അവിടെ എഴുതിയിട്ടുണ്ട്, മുന്തിരിത്തോട്ടത്തിലെ സിംഹം. ये सिंह कहाँ का है? वहां पे लिखा हुआ है कि अंगूर की बारियों का सिंह था ये. മുന്തിരിത്തോട്ടം ആത്മീയ മണ്ഡലത്തെ കാണിക്കുന്നു. मतलब जो अंगूर की बारी जो है वो आत्मिक खंड को दिखाता है. വേദപുസ്തകത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ, ആത്മീയ മണ്ഡലത്തിലോട്ടുള്ള ബന്ധത്തിലൊക്കെയാണ് മുന്തിരിത്തോട്ടത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. पवित्र शास्त्र के अनुसार जो है आत्मिक मंडल के बारे में दिखाया गया है ये अंगूर की बारी को. അപ്പോൾ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് പോരാടാൻ കടന്നു വരുന്ന സിംഹശക്തികളുണ്ട്. मतलब आत्मीय अवस्था में से जो है युद्ध करने के लिए, लड़ाई करने के लिए उतर कर आने वाले जो है सिंह की अवस्था, അതിനെയും നമ്മൾ തല്ലിക്കൊല്ലണം. उसको भी हमें मार डालना है. ഇനി മൂന്നാമത്തെ സിംഹത്തെ കൊന്ന വ്യക്തി ബെനായാവാണ്. और तीसरे जो सिंह को मारने वाला व्यक्ति बनाया है. ബെനായാവ് കൊന്ന സിംഹം എവിടത്തെ സിംഹമാണെന്ന് നമുക്ക് നോക്കാം. बनाया जो जिसे मारा है वो सिंह कहाँ का सिंह था? 2 ശമൂവേലിന്റെ പുസ്തകം 23 അധ്യായം 2 शमूएल की किताब उसका 23वां अध्याय 20 വാക്യം. उसका 20वां वाक्य. 2 ശമൂവേൽ 23 അധ്യായം 20 വാക്യം. 23 का 20वां वाक्य. കബ്ശേലിൽ 2 ശമൂവേൽ 23:20. फिर यहोयादा का पुत्र बनया था जो कबसेल वासी एक बड़ा काम करने वाला वीर का पुत्र था. उसने सिंह सरीखे 2 मोआबियों को मार डाला. बर्फ गिरने के समय उसने एक गड्ढे में उतर के एक सिंह को मार डाला. കണ്ടോ? ഒരു ഗുഹയിൽ ചെന്ന് ഹിമകാലത്ത് ഗുഹയിൽ കിടക്കുന്ന സിംഹത്തെ തല്ലിക്കൊന്നു. मतलब बर्फ गिरने के समय में जो है गड्ढे में उतर कर उसने सिंह को मार डाला. അപ്പൊ ഇത് ഗുഹയിലാണ്, കുഴപ്പമില്ല. ये गुहा में है. ഹിമകാലമോ ഈ മഞ്ഞൊക്കെ പെയ്യുന്ന സമയം. അപ്പം ഇത് അടങ്ങി ഒതുങ്ങി കിടക്കുക, കുഴപ്പമില്ലെന്ന് അല്ല ബെനായാവ് വിചാരിച്ചത്. मतलब ये गड्ढे में है, गुफा के अंदर है, या बर्फ गिर रहा है, कोई बात नहीं करके ऐसा नहीं सोचा वहां पे बनिया ने. ചൂട് തട്ടുമ്പോൾ ഇവൻ അപകടകാരിയാവും. जब गर्मी लगेगी तब ये जो है विरोधी बन जाएगा, मतलब मुश्किल पैदा करने वाला बन जाएगा. അപ്പോൾ ഹിമകാലത്ത് ഗുഹയിൽ കിടന്ന സിംഹത്തെ ബെനായാവ് തല്ലിക്കൊന്നു. आमीन. हिमकाल के अंदर बर्फ के समय पे जो है अंदर पड़े हुए जो है शेर सिंह को जो है बनिया ने मार डाला. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ജഡ സ്വഭാവങ്ങളാണ്. ये हमारे जो व्यक्तिगत जीवन में सोया हुआ जो है जड़ीय स्वभाव है, शारीरिक स्वभाव है. ചിലക്ക് കോപമായിരിക്കും. हो सकता है कि क्रोध हो. ഇവിടെ ഇങ്ങനെ ശാന്തമായിട്ട് അല്ലാതെ നല്ല ആൾക്കാര് यहाँ पे सब बैठे हुए कितने शांत रूप से अच्छे व्यक्ति हैं. ഒരു ജനറൽ ബോഡി നടക്കട്ടെ. जनरल बॉडी का मीटिंग होने दो. നിങ്ങളുടെ ജനറൽ ബോഡി ഞാൻ കണ്ടിട്ടില്ല. आप लोग की जनरल बॉडी की मीटिंग हमने देखा नहीं है. കേരളത്തിൽ കണ്ടിട്ടുണ്ട്. केरला में देखा है. ചിലത് ഇങ്ങനെയൊക്കെ ചുരുട്ടി കയറ്റി ഇപ്പൊ അടിക്കുന്നുള്ള രീതിയിലൊക്കെ
ഇങ്ങനെ എഴുന്നേക്കുന്നത് കാണാം. कई लोग जो इस तरीके से शर्ट को पीछे करके जो है खड़े होने की अवस्था देखते हैं हम लोग. ഒരു ക്ഷമയും ഇല്ല, സഹിഷ്ണുതയും ഇല്ല. कोई भी क्षमा नहीं है उनके अंदर. ആ പോട്ടെ സാരമില്ല, ഇത് ചിന്തിക്കത്തില്ല. मैं ये नहीं बोलते कि कोई बात नहीं करके, ये नहीं सोचते. അപ്പൊ ഇങ്ങനെ ഗുഹകാലത്ത് ഇങ്ങനെ ഈ സമയത്ത് വേണം ഇതിനെ കണ്ടുപിടിച്ച് തല്ലിക്കൊല്ലണം. मतलब ये गुफाओं के समय पे इन्हीं को जो पकड़ कर जो है नष्ट करना होता है. എന്റെ ഹൃദയാന്തര ഭാഗത്ത് ഒളിഞ്ഞു കിടക്കുന്ന സിംഹ ഏതാണെന്ന് കണ്ടുപിടിക്കണം. मेरे हृदय के अंदर छुपा हुआ सिंह कौन है करके मुझे ढूंढ के निकालना है. ചിലക്ക് കോപമായിരിക്കും, हो सकता है कई लोग क्रोध हो, ചിലക്ക് ക്ഷമിക്കാനുള്ള कई लोग को കഴിവില്ല. जो है क्षमा नहीं करने की काबिलियत हो. നമ്മൾ കർത്താവ് നമ്മളെ സഹിച്ചല്ലോ, कि हमारे परमेश्वर ने हमें सहन किया, ഇപ്പോഴും നമ്മളെ സഹിക്കുന്നില്ല. अभी भी वो हमें सहन कर रहा है. ഞാൻ എപ്പോഴും വിചാരിക്കും, എന്റെ ദൈവമേ എന്നെയും സഹിക്കുന്നല്ലോ. कई बार मैं पूछता हूँ कि हे परमेश्वर आप मुझे सहन कर रहे हो. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ട്? वैसे कई लोग चिंता करते हैं क्या? ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ പറയും, ഞാനായിട്ടാ സഹിക്കുന്നത്. कई पत्नियां जो है पति से बोलते कि मैं हूं जो कि तुम्हें बर्दाश्त कर रही ചില हूँ. ഭർത്താക്കന്മാരും തിരിച്ചു പറയും. कई पति भी उल्टा बोलते हैं इस तरीके से. കേട്ടോ, അപ്പം അങ്ങനെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹിക്കുകയല്ലയോ? तो हम लोग आपस में एक दूसरे को बर्दाश्त कर रहे हैं. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും കർത്താവ് നമ്മളെ സഹിക്കുന്നു. इतना कुछ करने के बाद भी परमेश्वर हमें बर्दाश्त कर रहा है. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരെ സഹിപ്പാനും വഹിപ്പാനും കഴിയുന്നില്ല? क्यों नहीं हम दूसरों को जो है सहन कर पा रहे हैं या अपना नहीं पा रहे हैं? അപ്പോൾ ഹിമകാലത്ത് और बर्फ गिरने के समय में ചിന്തിക്കാൻ വേണ്ടി ഞാനിങ്ങനെ നിർത്തി പോവുക. चिंता डालने के लिए मैं अथो लेके അപ്പൊ जा रहा हूँ. ഹിമകാലത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ ഇപ്പൊ നല്ല വെളിയിലും മഴയൊക്കെയാ. അപ്പൊ मतलब बर्फ वाले अवस्था देखो, बाहर बारिश भी हो रही है. അപ്പൊ ഇനിയിപ്പൊ ജൽബോഡി വന്നാലും ഞാൻ കോപിക്കത്തില്ല. मतलब अगर जनरल बॉडी भी आ जाए तो मैं क्रोधित नहीं ഇവിടെ होगा. എന്തൊക്കെയാ മീറ്റിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല. मुझे नहीं पता क्या क्या मीटिंगें हैं. അപ്പൊ സഹിഷ്ണുതയോടെ ക്ഷമയോടൊക്കെ ഞാൻ അങ്ങ് मैं ഇരിക്കാവുന്ന सहनशीलता के साथ सहन करके बैठूं. കാര്യം എന്തുവാന്നറിയാവും? कार्य मतलब बात क्या है? ഹിമകാലത്ത് ഗുഹയിൽ ഒതുങ്ങിക്കിടന്ന സിംഹത്തെ തല്ലിക്കൊന്നില്ല. मतलब वजह क्या है? बर्फ गिरने की अवस्था में जो है सोए हुए शेर सिंह को जो है वहां पे नष्ट नहीं किया, मारा नहीं उसको. ബെനായാവ് ചെയ്തതുപോലെ ഹിമകാലത്ത് ഒതുങ്ങിക്കിടക്കുന്ന സിംഹശക്തികളെ നമ്മൾ കണ്ടെത്തി തകർക്കണം. आमीन. जो बनया ने जिस तरीके से कहा वैसे ही, बनया ने जिस तरीके से किया वैसे ही हमें भी करना है कि बर्फ के गिरने के अवस्था में पड़े हुए सिंह को जो ढूंढ के ഇല്ലെങ്കിൽ निकाल के मारना, അത് നമ്മളെ തകർത്ത് കളയും. नहीं तो फिर वो हमें नष्ट कर बैठेगा. അപ്പോൾ 3 പേര് 3 സിംഹങ്ങളെ കൊന്നു. 3 लोगों ने 3 सिंह को मारा है. ദാവീദ് കൊന്ന സിംഹം കാട്ടിലെ സിംഹം. दाऊद ने जिस सिंह को मारा वो जो है जंगल का सिंह था. ലോകത്തിൽ നിന്നുള്ള പോരാട്ടം. मत दुनिया से मिलने वाला जो है जो युद्ध था. ശിംശോൻ കൊന്ന സിംഹം മുന്തിരിത്തോട്ടത്തിലെ സിംഹം. शिमशोन ने जिसको मारा वो जो है अंगूर की बारियों से निकल कर आने वाले सिंह को मारा. ആത്മീയ മണ്ഡലത്തിൽ നിന്നുള്ള പോരാട്ടം. आत्मीय मंडल में होने वाले जो है जो युद्ध जो है അത് ഒരു പക്ഷേ നികളമായിരിക്കാം. प्राउड. പ്രൗഡ്. हाँ, वो जो है प्राउड होगा, അപ്പോൾ घमंड ആത്മീയ होगा. മണ്ഡലത്തിൽ നിന്ന് നമ്മളെ തകർക്കാൻ വിവിധങ്ങളായ പോരാട്ടങ്ങൾ मतलब ഉണ്ടാകും. हमें आत्मीय रूप से जो है नष्ट करने के लिए बहुत सारे जो है हमारे खिलाफ बातें हो सकती है. മറ്റ് ദൈവദാസന്മാരിൽ നിന്നുള്ള പോരാട്ടം. दूसरे परमेश्वर के दास के द्वारा हमसे कोई खिलाफी हो सकती है. എന്തായാലും എന്റെ ആത്മീയ ഞാൻ നശിപ്പിക്കത്തില്ല എന്ന രീതിയിൽ ആ ശക്തികളിൽ മേൽ നമ്മൾ ജയമെടുക്കണം. हम चाहे कुछ भी हो जाए मैं अपने आत्मिक जीवन को नष्ट नहीं करूंगा, वैसा बोध हमारे अंदर होना चाहिए. 3 നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ജഡ സ്വഭാവങ്ങളാകുന്ന സിംഹങ്ങളെ നമ്മൾ और തകർക്കണം. तीसरा जो है हमारे जो है शरीर के रूपी जो है स्वभाव को जो है नष्ट करने वाले जो है उस सिंह को जो है हमें नष्ट करना होगा. ഇതിന്റെയൊക്കെ കാരണം ഈ ദുരഭിമാനമാണ്. ये सबके पीछे वजह क्या है कि दुराभिमान जो होता है वो നമുക്ക് है. എല്ലാവർക്കും അഭിമാനമുണ്ട്, പക്ഷെ അത് ദുരഭിമാനമായി മാറും. हम सभी के अंदर अभिमान है लेकिन वो दुराभिमान नहीं बनना चाहिए. നമ്മുടെ കർത്താവിന്റെ ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സർവന്റ് ലീഡർ, ദാസനായ യജമാനൻ. मतलब हमारे मसीह का जो है वहां पे नेतृत्व या फिर लीडरशिप हम लोग कह सकते हैं वो यह है कि दास रूपी जो है नेता. കർത്താവ് യജമാനനായത് എങ്ങനെയാണ്? ദാസനായി തീർന്ന് യജമാനനായി. मसीह कैसे लीडर बना? वो दास बनकर जो है वहां पे वो लीडर बना. അതുകൊണ്ടാണ് കർത്താവ് പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകി അവൻ ദാസനായി. और क्यों ऐसा पर मसीह ने कैसे किया? मसीह ने जो है बर्तन में पानी लेके जो है अपने शिष्यों के पैरों को धोकर जो है इस तरीके से वो स्वामी बना. वो തങ്ങളിൽ ആരാണ് വലിയവനെന്നുള്ള ഭാവവും തർക്കവും ശിഷ്യന്മാരുടെ ഇടയിൽ വന്നു. शिष्यों के बीच में जो है ये सोच आया कि हम में बड़ा कौन है करके ऐसी बात उनके मुंह से निकल कर आई. അന്നേരമാണ് കർത്താവ് ഈ മാതൃക കാണിക്കുന്നത്. तब जो है मसीह ने जो है उनके सामने ये नमूना पेश किया. എന്നിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ കാലുകളെ കഴുകണം. आमीन. मसीह ने वहां पर यही कहा कि जिस तरीके से मैं आप लोगों के लिए कर रहा हूं उसी तरीके से आप लोग भी जो है आपस में ऐसा ही करें. വലിയ ആൾക്കാരെയാണ് ചെറിയ ആൾക്കാര് കാല്
കഴുകേണ്ടത്. जो बड़े व्यक्ति जो है उसी को जो है छोटे व्यक्ति के पैर धोने चाहिए. കർത്താവ് വലിയവനാണ്, എന്നിട്ടും മസീഹ് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി കർത്താവ് ഏറ്റവും ചെറിയവനായി. मसीह जो है सब में बड़ा है, महान है वो, लेकिन उसके बावजूद भी अपने शिष्यों के जो है पैर धोकर जो है वो महान बना वो. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി അവൻ ദാസരൂപമെടുത്തു. परमेश्वर के समान सानिध्य को जो है जो अपने पर ना रखकर उसको छोड़कर जो है वो मनुष्य रूपी दास बनकर उतर कर आया. കർത്താവിന് അതിന്റെ ആവശ്യമില്ല. അവൻ മനുഷ്യ വേഷമെടുത്തു. അവൻ ദാസനായി ശിഷ്യന്മാരുടെ കാല് കഴുകി. मतलब मसीह को उसकी आवश्यकता नहीं थी, फिर भी उसने जो है दास का रूप धारण करके जो है अपने शिष्यों के पैर धोए. ആ കർത്താവാണ് നമ്മുടെ മാതൃകാ പുരുഷൻ. वही जो है परमेश्वर है जो हमारा मार्गदर्शक. അപ്പോൾ നമ്മൾ എങ്ങും ഒരു വേദിയിലും हम कहीं पे भी किसी वेदी में भी ദുരഭിമാനി ചിലയിടത്തൊക്കെ നമ്മളെ തഴി हमें घमंड या फिर दुराभिमान रखना नहीं है. कई लोग छोड़ देंगे हमें. വേണ്ടുന്ന മാന്യതയോ हो सकता है कि അതൊക്കെ വരും. हो सकता है कई बार हमें मान्यता ना मिले, वैसी अवस्था है जीवन. അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ സ്വാഭാവികമായിട്ടുള്ള കാര്യം. वो सब हमारे जीवन में स्वाभाविक बातें हैं. ഇപ്പൊ പലരെയും പരിചയപ്പെടുത്തി ഞാൻ തന്നെ അനുഭവസ്ഥന, എന്നിട്ട് എന്നെ പറ്റി പറയാതെ അങ്ങ് വിടുമ്പോ കാണാ എന്തോ പറയാ, कहते कई അത് बार നമ്മളങ്ങ് വിട്ടേക്കണം. कई बार पास्टर जी के साथ भी ऐसा ही हुआ है कि कई बार जो है उनको जो है किसी के सामने इंट्रोड्यूस नहीं किया गया, तब जो है ऐसी बातें तो छोड़ दिया उसको. ചിലപ്പോ അത് ഓർമ്മത്തപ്പലായിരിക്കും. कई बार हो सकता है कि वो भूल चूक हो गई हो. നമ്മൾ എന്തെല്ലാം ഓർമ്മത്തപ്പലുകൾ നമ്മുടെ हमसे ജീവിതത്തിൽ कितनी सारी भूल चूक हो जाती है. ഉടനെ മനഃപൂർവ്വം लेकिन- എന്നെ അങ്ങ് ഒഴിവാക്കിയതാണ്. और एक बार तो ऐसा हुआ कि किसी जबरदस्ती जानबूझकर जो है मुझे भूल गया. ഇതൊക്കെ ഈ ആത്മീയ കോളത്തിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളൂ. ये सब जो है आत्मिक जो है सेवकाई में ये सब चीजें मैंने देखा हुआ है. ഏതായാലും നമ്മുടെ ഇടയിൽ അതൊന്നുമില്ല. लेकिन वो सब चीजें हमारे मध्य में नहीं है. നമ്മൾ ഒരിക്കലും ദുരഭിമാനികളാകാതെ हम लोग कभी भी जो है दुराभिमान के साथ ना ഏതെങ്കിലും रहें. സാഹചര്യത്തിൽ നമ്മളെ താഴ്ത്തിക്കെട്ടിയാൽ ഇല്ലെങ്കിൽ നമ്മളെ ഒന്ന് അവഗണിച്ചാൽ, അതാ പറ്റിയ വാക്ക്, നമുക്കൊരു അവഗണന ഉണ്ടായാൽ സാരമില്ലെന്ന് ഇവരെ അവഗണിച്ചാലും मतलब കുഴപ്പമില്ല. किसी भी अवस्था में जो हमें छोड़ दिया जाए या फिर हमारा ध्यान ना दिया जाए तो फिर वहां पे उसको इग्नोर करो उसको. അങ്ങനെ എല്ലാം നിസ്സാരമായിട്ടും കളയണം. उन सबको उन सभी बातों को जो है मामूली समझ के छोड़ दिया जाए. അല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ചുമ്മാ വഴക്കും ബഹളമൊന്നും ഉണ്ടാകും. नहीं तो फिर छोटी छोटी बातों को लेकर झगड़ा करना, लड़ाई करना, അത് കുടുംബജീവിതത്തിലും അങ്ങനെ. ऐसे पारिवारिक जीवन में भी होता है. എൻ്റെ ഭാര്യ നിത്യതയിൽ വിശ്രമിക്കുന്നു. पास्टर जी की पत्नी जो है नित्यता में विश्राम कर ഞാൻ रही है. കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുക, ഇതുവരെ എന്നെ വഴക്ക് പറയാത്ത എന്താണ്? शादी के 1 साल बीतने बाद भी जो है उनकी पास्टर जी की पत्नी ने उनसे पूछा कि अभी तक आप मुझ पर गुस्सा क्यों नहीं करते हो. അപ്പം ഞാൻ പറഞ്ഞു വഴക്ക് പറയാനൊന്നും കണ്ടില്ല, കാണാഞ്ഞിട്ടല്ല, എന്നാലും ഞാൻ मतलब ऐसा नहीं था कि वहां पे गुस्सा करने वाली बातें नहीं थी, होने के बावजूद भी बोला कि मतलब गुस्सा करने वाली कोई चीज दिखी नहीं मुझे. കാര്യം അത്രേ ഉള്ളൂ. बात उतनी ही है. ഇല്ലെങ്കിൽ കൂട്ടാൻ എഴുതി കൂടിപ്പോയി എന്താ പാടി എന്നൊക്കെ പറഞ്ഞ് എനിക്കും ടെൻഷൻ, ഭാര്യയ്ക്കും ടെൻഷൻ, ആ കൂടെ എല്ലാം കൂടെ വേണം. मतलब करी के अंदर जो है वहां पे मिर्ची दाब बढ़ गया करके फिर मैं ये बात बोलूं और वहां पे उसको भी टेंशन, मुझे भी टेंशन. എല്ലാ കാര്യവും നിസ്സാരമായിട്ടും കളയാം. हर चीज को जो है मामूली रूप में समझो. വന്നാലും പോയാലും എത്ര നാൾ ഈ ഭൂമിയിലുണ്ട്. मतलब आए जाओ तो कितना साल है इस संसार के ഇന്ന് अंदर. താപ്പോട്ട് വരുന്ന കാറ്റ് 5 മിനിറ്റ് പണി മുടക്കിയാൽ മതി. मतलब जो नाक से निकलने वाला सांस जो है सिर्फ 5 मिनट देरी कर दे. പിന്നെ നമ്മുടെ നാട്ടിലെ പിള്ളേരും അവൻ്റെ കാറ്റ് പോയെന്ന് പറയും. फिर हमारे गांव के बच्चे के तो उसकी हवा निकल गई. ഇതെന്താ ബലൂണിൽ നിന്ന് കാറ്റ് പോകുന്ന പോലെ എന്നാ കാറ്റ് പോയി. मतलब हवा निकल गई, ट्यूब में से हवा निकल जाते हैं वैसे ही हवा. ഇത്രയൊക്കെയുള്ള കാര്യം. इतनी सी बातें हैं वहां पे. അപ്പൊ ആ ചിന്ത നമ്മളെ സദാ ഭരിക്കണം. मतलब वो चिंता जो है हमेशा हमारे जीवन में होना चाहिए. മാതൃക നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. मतलब मातृका जो है वो हमारा जो है आदर योग्य मसीह है. സിംഹത്തെ കൊന്ന 3 വ്യക്തികളെയാണ്. मसीह को मारने वाले 3 व्यक्ति हैं. അപ്പോൾ കർത്താവ് കാട്ടു മൃഗങ്ങളോടൊപ്പം ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സിംഹശക്തികളുമായി കർത്താവ് പോരടിച്ചു. मतलब वहां पे मसीह जंगली जानवरों के साथ अगर कहें तो फिर वो ऐसी अवस्थाओं में था. രണ്ടാമത്തേത് അണലിയാണ്. दूसरा जो है अजगर है. ഈ അണലിയുടെ പോരാട്ടം വാഗ്ദത്തത്തെ തടയുക എന്നുള്ളതാണ്. इसका जो काम है वो यही है कि आपकी वांछाओं को रोकना. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28 അധ്യായം, प्रेरितों का अध्याय उसका 28वां अध्याय. അതിന്റെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28 അധ്യായം, प्रेरितों के अध्याय उसमें प्रेरितों की किताब उसमें 28वां अध्याय. ഒന്നോട്ടെ അങ്ങ് വായിക്കാം. 1 से लेके पढ़ते हैं. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മെലിത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു.
പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ടവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യനൊരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ ഈ അണലി വാഗ്ദത്തം പ്രാപിച്ച പൗലോസിനെ റോമിൽ എത്തിക്കാതിരിക്കാനുള്ള പോരാട്ടമാണ്. इस सांप ने क्या किया कि जो वाचा प्राप्त किए हुए पौलुस को जो है रोम में पहुंचने से रोकने की कोशिश कर रहा था. പൗലോസിനെയും കൊണ്ട് റോമിലേക്കുള്ള യാത്രയമധ്യേ സംഭവിച്ചതാണ് മെലിത്ത ദ്വീപിൽ. और मेल्टा द्वीप में जो हुआ वो जो है पौलुस के साथ होने वाली घटना के बारे में बताया गया है. ആ മിലിത്തായിൽ ഒരു അണലി പൗലോസിന്റെ കൈമേൽ ചുറ്റി. वहां पे क्या हुआ कि एक सांप ने जो है पौलुस के हाथ को लपेट लिया ആ ദുഷ്ട ജന്തുവിനെ തീയിൽ കൊടഞ്ഞു കളഞ്ഞു. और उस दुष्ट जंतु को क्या किया, उस अग्नि के अंदर जो है फेंक दिया. അപ്പോൾ നമ്മുടെ വാഗ്ദത്തങ്ങൾക്കെതിരായി പോരാടുന്ന അണലി ശക്തികളുണ്ട്. हमारे वाचा के विरुद्ध उठने वाली सांप की शक्तियां हैं, അതിന്റെ മേൽ നമ്മൾ ജയമെടുക്കുന്നു. उसके ऊपर हमें जय प्राप्त करना है. മൂന്നാമത്തേത് ബാലസിംഹമാണ്. तीसरा है जवान सिंह. ശിംശോന്റെ മേൽ ചാടി വീണത് ബാലസിംഹമാണ്. शिमशोन के ऊपर कूद कर गिरने वाला जो है वो जवान सिंह था. ശിംശോൻ ആര്? ശക്തനായ ന്യായാധിപനാണ്. शिमशोन कौन है? वो एक शक्ति धारण किया हुआ जो न्याय था. वो ശക്തന്റെ എതിരെ വെളിപ്പെട്ടു വന്നത് ഒരു കിളവൻ സിംഹമല്ല, ബാലസിംഹം തന്നെ ചാടി വീണു. शिमशोन के विरुद्ध जो उठकर आने वाला जो है कोई बूढ़ा जो है सिंह नहीं था, बल्कि वो जो है जवान सिंह था. ആ ബാലസിംഹത്തെ ശിംശോൻ തല്ലിക്കൊന്നു. उस जवान सिंह को जो है वहां पे शिमशोन ने मार डाला. നാലാമത്തേത് പെരുമ്പാമ്പാണ്. चौथा जो है वो है अजगर. പെരുമ്പാമ്പിന്റെ പോരാട്ടം വിഴുങ്ങുക എന്നുള്ളതാണ്. കിട്ടുന്നത് അപ്പാടെ അങ്ങ് വിഴുങ്ങുക. अजगर का काम क्या है कि जो भी मिल जाए उसको उसी समय निगल जाता है वो. അപ്പോൾ നമ്മുടെ നന്മകളെ വിഴുങ്ങാൻ നിൽക്കുന്നതായ പെരുമ്പാമ്പിന്റെ ശക്തികളുണ്ട്. हमारी जो है भलाइयों को जो है निगलने वाली जो है अजगर की शक्तियां हैं. ആ ശക്തികളുടെ മേലും നമ്മൾ ജയമെടുക്കുന്നു. उस शक्ति के ऊपर भी हम जय प्राप्त करते हैं. അപ്പോൾ ഞാൻ മടങ്ങി വരുന്നു. നമുക്ക് പോരാട്ടം ഈ മരുഭൂമിയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. हमें किस किस के विरुद्ध जो है लड़ना है जंगल में, वो इन सब शक्तियों के बारे में बताया गया है. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം ഒന്ന് സുവിശേഷം പറയാൻ നമ്മളെ നിർബന്ധിക്കുന്നു. पहला क्या है? मसीह का स्नेह हमें सुसमाचार सुनाने के लिए जो है जबरदस्ती करवाता है. ക്രിസ്തുവിന്റെ സ്നേഹം രണ്ട് മരുഭൂമിയിലേക്ക് പോകുവാൻ നമ്മളെ നിർബന്ധിക്കുന്നു. दूसरा, मसीह का स्नेह जो है हमें जंगल में लेके जाने के लिए तैयार करता है. ഇനി മൂന്ന്, ക്രിസ്തുവിന്റെ സ്നേഹം മൂന്നാമത് നമ്മളെ നിർബന്ധിക്കുന്നത് അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിക്കുന്നു. तीसरा जो मसीह का स्नेह है उस पार जाने के लिए हमें तैयार करता है. മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായം 22 വാക്യം. मत्ती का सुसमाचार 14 का जो है 22वां वाक्य. മത്തായി സുവിശേഷം 14 അധ്യായം 22 വാക്യം. तब उसने तुरंत अपने चेलों को नाव पर चढ़ने के लिए विवश किया कि वे उससे पहले पार चले जाएं, जब तक वह लोग को विदा करे. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അപ്പോൾ ഈ നിർബന്ധം അക്കരയ്ക്ക് പോകുവാനുള്ള നിർബന്ധമാണ്. ये जो विवश था वो उस पार जाने के लिए विवशता थी. എന്തുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു? क्यों यीशु मसीह ने जो है अपने शिष्यों को जो है उस पार जाने के लिए विवश किया? അതിന് കാരണം उसके पीछे कारण है. ഇതിന്റെ തലേ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ 5 അപ്പം കൊണ്ട് यहाँ पे इसके ऊपर अगर देखें तो वहां पे लिखा 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച ഒരു സംഭവം നടക്കുക. यहाँ पे 5 रोटी से जो है 5000 पुरुषों को जो है खिलाया करके वहां पे होने वाली घटना है. നമുക്ക് ആ വേദഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. हम उस वचन की तरफ पढ़ते हैं. അതിന്റെ 18 വാക്യം മുതൽ 17 തൊട്ടേ उसका 17 से लेके वाक्य पढ़ते हैं. അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിങ്ങി കൊണ്ടുവരുവിനെന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിക്കുവാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്നു തൃപ്തരായി. ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. ഒന്നുകൂടെ ഞാൻ 19 വാക്യം വായിക്കുന്നു. 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം 12 കൊട്ട നിറച്ചെടുത്തു.
തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. അപ്പൊ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടെ കൂട്ടിയാൽ ഏകദേശം ഒരു 15,000 പേരെങ്കിലും കാണും. तकरीबन जो है 10,000 के आसपास होंगे. പന്തി ആയിട്ട് 15,000 പേര് इങ്ങനെ ഇരിക്കുക. मतलब वहाँ पे जो है एक पंक्ति में जो है वहाँ पे बैठाया गया, 5 वहाँ पे बैठाया गया उनको. വിളമ്പാൻ എത്ര പേരുണ്ട്? मतलब परोसने के लिए कितने लोग थे? 12 പേര്. 12 लोग थे. ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. मैं शिष्य के पास और शिष्य के जो पुरुषार्थ थे उनको भी दिया. വിളമ്പ് എങ്ങനെ ഇരിക്കും? खाना कैसे बांटा होगा? എല്ലാതും ഭാവനെ കൊണ്ടുപോകണം. 15,000 പേര് പുല്ലിൽ ഇങ്ങനെ പന്തിക്ക് ഇരിക്കുകയാണ്. वहाँ पे 12 പേര് കൊട്ടയും വട്ടിയും പിടിച്ചുകൊണ്ട് നടക്കുക. वहाँ 5 करीब जो है पुरुष वहाँ पर जो है सर लाइन से बैठे हुए हैं और 12 लोग जो है टोकरी लेके वहाँ पे बांट रहे हैं. ഇതുപോലെ അലങ്കോലം ഉണ്ടാകാൻ വേറെ എങ്ങും പോകണ്ട. इस तरीके से वहाँ पे उलट पुलट काम हो जाए वैसा कोई जगह हो ഒരു नहीं हो പന്തിന്ന് सकती. വിളി തുടങ്ങും. ഉപദേശിമാരെ ഇവിടെ അപ്പം എത്തിയില്ല. मतलब एक पंक्ति है जहाँ पे उपदेशी लोगों यहाँ पे जो है खाना नहीं पहुंचा है. അടുത്ത പന്തിന്ന് വിളി തുടങ്ങും. ഇവിടെ അപ്പം വന്നു, മീനെത്തിയില്ല. दूसरे पंक्ति में से आवाज आ रही है यहाँ पे रोटी आ गई, यहाँ पे मछली नहीं आई. ഏറ്റവും ഒടുവിലത്തെ പന്തിന്ന് കേൾക്കാം, ഇവിടെ അപ്പവും വന്നില്ല, ഇവിടെ മീനും വന്നില്ല. और आखिरी पंक्ति में से आवाज आई कि यहाँ पे रोटी भी नहीं आई और मछली भी नहीं आई. ഈ അപ്പം മീൻ എന്നുള്ള വിളിച്ചു പോകലല്ലാതെ വേറെ ഒന്നും അവിടെ കേൾക്കത്തില്ല. वहाँ पे जो है रोटी मछली की पुकार के अलावा वहाँ पे कुछ और सुनाई नहीं दे रहा है. നമ്മളെ വല്ലവരും ആണെങ്കിൽ ആരോഗ്യമുള്ള ഒരു 100 പേര് 15,000 പേര് ഇരിക്കുകയല്ലേ, ഒരു 100 പേരും കൂടെ എഴുന്നേറ്റ് നിങ്ങളും വിളമ്പോ. मतलब हम क्या करते कि हम बोलते जो आरोग्य वाले जो 100 लोग हैं ना वो तुम खड़े हो जाओ, तुम बाकी बांटो वहाँ पे. ഇവിടെ നമ്മളെ എത്രയും പേർക്ക് ഉച്ചയ്ക്ക് ബിരിയാണി വിളമ്പാൻ 4-5 പേര് പാത്രമൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്ന നമ്മളെല്ലാതും കണ്ടു. यहाँ पे हम लोग जितने बैठे हैं उन लोगों को जो है खाना खिलाने के लिए बिरयानी जो है परोसने के लिए 4-5 लोग जो घूमते हुए यहाँ पे हमने देखा. അപ്പൊ 15,000 പേര് ഇരിക്കുമ്പോ 12 പേര് വട്ടയും കുട്ടിയും പിടിച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും? जरा सोचो 10,000 के आसपास अगर लोग बैठे होंगे तो उनको 12 लोग जो है टोकरी लेके कैसे बांट रहे होंगे. ഇവർ ഓരോരുത്തരുടെ മുമ്പിൽ ചെന്ന് കൊടുത്തതാണോ, ഒരറ്റത്ത് കൊടുത്ത് പാസ് ചെയ്ത് വിട്ടതാണോ? എന്തായാലും 15,000 പേരുടെ കയ്യിൽ അപ്പവും ചെല്ലണം, മീനും ചെല്ലണം. मतलब ये लोगों ने क्या किया होगा कि एक देख के जो है पास करवाया होगा या खुद लाके दिया होगा करके किसी भी तरीके से जो है ये 10,000 लोगों के पास ये पहुंचना चाहिए. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ നടുവ് നിവർത്തിയപ്പോൾ അടുത്ത കൽപ്പന, ശേഷിച്ച കഷ്ണം ഒന്നും പാഴാക്കാതെ പെറുക്കിയെടുക്കണം. उसके बाद जैसे ही उन्होंने ये सब कुछ करके थक कर जब थोड़े अपने को कब्र सीधा करने लगे तब एक अगली आगे आती है कि तुम फटाफट ये सारी टोकरी रख के जो तुम निकलो उस पार. അപ്പോൾ ഈ 12 പേരും പിന്നെയും ഇവരുടെ മുമ്പിൽ കൂടെ നടന്ന് ശേഷിച്ചതെല്ലാം പെറുക്കിയെടുക്കുക. और उसके बाद ये 12 लोगों ने क्या किया कि इन्हीं के सामने जो है जो 12 टोकरी के अंदर जो है जो बचा हुआ है उठा के भरना शुरू कर दिया. ഇതെല്ലാം കഴിഞ്ഞ് അല്പം സ്വല്പം ഇവരും കഴിച്ചു. और ये सब कुछ होने के बाद इन्होंने भी थोड़ा बहुत खाया. രാവിലെ തുടങ്ങിയ മീറ്റിംഗ് ये सुबह शुरू हुआ मीटिंग है ये വൈകുന്നേരമായി और शाम हो चुका है. അതവിടെ ഉണ്ട്. സന്ധ്യയായി എന്ന് ശിഷ്യന്മാർ പറയുന്നുണ്ട്. वहां पे लिखा हुआ है कि मतलब शाम संध्या का समय हो गया, शाम का समय हो गया, वहां पे लिखा हुआ है. തളർന്ന് വശായി 12 ശിഷ്യന്മാർ ഓരോ മരത്തിന്റെ ചോട്ടിൽ പോയി കിടപ്പും പിടിച്ചു. मतलब ये जो थके हुए जो जितने चेले थे वो सब जाके जो है एक पेड़ के छांव में बैठ गए. അപ്പൊ സന്ധ്യ കഴിഞ്ഞു. बस संध्या हो गया. കർത്താവ് അടുത്ത് വന്നിട്ട് പറഞ്ഞു, എഴുന്നേക്കാൻ പോകും. मसीह ने पास समय के बोला कि खड़े हो जाओ. എന്തിനാ? किस लिए? അക്കരെ പോണം. उस पार जाना है. എപ്പോഴും? कब? ഇപ്പം പോണം. अभी जाना है. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് നല്ല ക്ഷീണമാ. तो शिष्य ने जो चेलों जो ने कहा कि मुझे बहुत थका, हम लोगों को बहुत थकावट है, ഇപ്പം പോണം. अभी जाना है. നാളെ രാവിലെ പോകാം. कल सुबह चले जाते हैं. ഇപ്പം പോണം. नहीं, अभी जाना है. ഇതാണ് നിർബന്ധം. ये है जो है वहां पे विवश करना. ഇവരുടെ ക്ഷീണം കർത്താവിന് അറിയത്തില്ല. यहाँ पे थकावट क्या मसीह को नहीं पता है. ഇവരുടെ ക്ഷീണം കർത്താവിന് നന്നായിട്ട് അറിയാം. इनकी थकावट मसीह को अच्छी तरीके से पता है. ഇവർക്ക് വിശ്രമം വേണമെന്ന് കർത്താവിന് അറിയാം. इनको आराम चाहिए, मसीह अच्छी तरीके से जानता है. എന്നിട്ടും കർത്താവ് എന്തുകൊണ്ട് നിർബന്ധിച്ചു? क्यों फिर मसीह ने जो है इन लोगों को जो है विवश किया लेके जाने के लिए? ഒരു നിത്യത മുഴുവൻ നിങ്ങൾക്ക് വിശ്രമിപ്പാൻ ഞാൻ ഇടം ഒതുക്കി വെച്ചിട്ടുണ്ട്. एक नित्यता पूरा जो है जो तुमको जो है विश्राम करने के लिए मैंने तुम्हारे लिए तैयार करके रखा हुआ है. ഇവിടെയുള്ള 60-70 വർഷം എന്തിന് വിശ്രമിക്കണം? വിശ്രമ നാട്ടിൽ വന്ന നിത്യകാലം മുഴുവൻ നിങ്ങൾക്ക് വിശ്രമിക്കാം. हमें यहाँ पर जो है 70-80 साल तुम्हें क्यों विश्राम करना है? नित्य समय में पहुंचो, तुम अनंत काल के जीवन में पहुंच के तुम पूरा विश्राम करो. അങ്ങനെ വിശ്രമിക്കാൻ പോകുന്ന നമ്മൾ ഇവിടെ വിശ്രമിക്കാതെ നമ്മൾ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. आमीन. उस तरीके से जो है विश्राम करने वाले हम व्यक्ति जीवन जो है आज मसीह के जो सेवकाई में है. കർത്താവ് ഇവരെ നിർബന്ധിക്കാനുള്ള രണ്ടാമത്തെ കാരണം, इन लोगों को जो है परमेश्वर विवश करने का दूसरा कारण, എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല. मुझसे सवाल करने का तुम्हें अधिकार नहीं है.
ഇത് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുക. ये जो है मसीह अपने शिष्य को सिखा रहा है, ഞാൻ എന്ത് കൽപ്പിച്ചാലും ചോദ്യം ചെയ്യാതെ നിങ്ങൾ അനുസരിക്കുക. अभी मैं जो भी कल्पना दूं तुम बिना सवाल किए तुम पूरा करोगे. കർത്താവ് ഇവരെ നിർബന്ധിക്കാനുള്ള മൂന്നാമത്തെ കാരണം मसीह जो है इनको विवश करने का तीसरा जो कार्य है, അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. यूहन्ना के सुसमाचार में उसका जो प्रभाव दिया हुआ है. ജനം യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ചു. वहां पे यीशु को जो है राजा बनाने की कोशिश की जा रही है. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകുവാനായിട്ടേ പറഞ്ഞു. तब यीशु ने जो है शिष्यों से कहा कि तुम उस पार चले जाओ. അതെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. यूहन्ना का सुसमाचार वो 6 अध्याय में हम देखते हैं. യോഹന്നാന്റെ സുവിശേഷം, ഞാൻ മർക്കോസ് എടുത്ത് വെച്ചില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ സംഭവം പറയുന്നിടത്ത് ജനം വന്ന് യേശുവിനെ രാജാവാക്കാനായിട്ട് 6:15 यीशु ने ये जानकर कि വായിച്ചു. यीशु ने ये जानकर कि वे मुझे राजा बनाने के लिए पकड़ना चाहते हैं, फिर पहाड़ पर अकेला चला गया. കണ്ടോ, ജനം വന്ന റെഫറൻസ് കൊണ്ടൊന്ന് പറഞ്ഞു കൊടുത്തു. അത് 6:15. 6:15. അതെ, അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. കണ്ടോ, ജനത്വ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ അക്കരയ്ക്ക് പോകുക. शिष्यों से कहा, अपने चेलों से कहा कि तुम उस पार चले जाओ. എന്നിട്ട് കർത്താവ് വേഗത്തിൽ മലയിൽ പ്രാർത്ഥിക്കാനായിട്ടും പോകും. और मसीह जो है फटाफट पहाड़ पर जो अकेला वहां पे प्रार्थना करने के लिए चला गया. അപ്പോൾ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിക്കാനുള്ള 3 കാരണങ്ങൾ. मतलब जो है चेलों को जो है उस पार जाने के लिए 3 कारण. ഒന്ന്, വിശ്രമം കൂടാതെ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കണം. पहला जो है बिना विश्राम किए परमेश्वर की सेवकाई में होना. 2, കർത്താവിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. दूसरा, मसीह से सवाल करना नहीं है. 3, ജനം യേശുവിനെ രാജാവാക്കാൻ പോകുന്നു, അതിനല്ല കർത്താവ് ഭൂമിയിൽ വന്നത്. तीसरा जो है मसीह को जन जो है राजा बनाने की कोशिश कर रहे हैं और उसके लिए नहीं आया है मसीह संसार में. നിർബന്ധമാണ് നമ്മുടെ വിഷയം. അപ്പോൾ 3ാമത്തെ നിർബന്ധം അക്കര നാട്ടിലേക്ക് പോകുവാനുള്ള നിർബന്ധം. आमीन. विवशता है उसके बारे में बता रहे हैं हम लोग. तीसरा क्या है कि हमें जो है उस पार जाना है. ഇനി 4ാമത്തെ നിർബന്ധം. अब चौथा जो है विवशता. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം मत्ती का सुसमाचार उसका 5वां അതിന്റെ 39-ാം വാക്യം തൊട്ട് നമുക്കൊന്ന് വായിക്കാം. 5 का 39 से लेके पढ़ते हैं हम लोग. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ, ഒന്ന് വായിച്ചു. ഞാനും നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ട് തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. നിന്നോട് വ്യവഹരിച്ചു നിന്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോകുക. അപ്പോൾ ഈ നിർബന്ധം എന്ന് പറയുന്നത് മറ്റുള്ളവരെ നന്മ ചെയ്യാൻ, ക്ഷമിക്കുവാൻ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധമാണ്. ये तीसरी व्यवस्था अगर कहे तो यहाँ पर क्या है कि मसीह का प्रेम है यहाँ पर कि कोई अगर तुम्हारे विरुद्ध काम करे तो उसके लिए जो है वहाँ पर जो है आपने प्रार्थना करना है. उसकी जो है वो अगर आपको जो तकलीफ दे तो फिर उसको जो है वहाँ पर सहन करते हुए जो है उस व्यक्ति के लिए हमें प्रार्थना करना है. അപ്പോൾ ഒരാൾ നിർബന്ധിച്ചു ഒരു നാഴിക നടക്കുക എന്ന് നിർബന്ധിച്ചാൽ നമ്മൾ 2 നാഴിക അവനോടൊപ്പം നടന്ന് നമ്മൾ മാതൃക കാണിക്കും. अगर कोई व्यक्ति जो है आपको जो है एक फिर से चलने के लिए कहता है तो फिर आपको जो है उसके लिए जो 2 कदम और आगे बढ़ना है वहां पे बताया गया है. അതായത് നന്മ ചെയ്യുക, അവനുമായിട്ട് തർക്കിച്ച് ബഹളം ഉണ്ടാക്കി. दूसरा क्या है, भलाई करना है, उसके विरुद्ध बातें नहीं करना है. നാട്ടുകാർ കേൾക്കത്തക്കവണ്ണം ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയിക്കോട്ടെ ഒരു മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാവും. मतलब दुनिया को दिखाने की जैसे जो है वहां पे हरकतें नहीं करना, वहां पे जो है बेकार हरकतें नहीं करना है. കേരളത്തിലുണ്ട്, ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട്. केरला में है, मैंने अपनी आंखों से देखा है. അനുഗ്രഹിക്കപ്പെട്ട സഹായം കൊണ്ട് കഴിഞ്ഞ ഒരു മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് अनुग्रह से भरे सेवकाई के बाद ഒരു കൊച്ചു കാര്യം പറഞ്ഞോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാശ പീശ ആയിക്കോട്ടെ എല്ലാവരും കൂടെ മനസ്സും അടുത്ത് എല്ലാവരും കൂടെ വീട്ടിൽ പോവുക. छोटी बात के बाद जो है झगड़ा वगड़ा करके जो है अपने मन को जो मुड़ाकर जो है लोग वापस अपने घर चले गए. അതിന് നമ്മൾ ഒരിക്കലും ഇട കൊടുക്കരുത്. उसके लिए कभी भी हमें अनुमति नहीं देना है. സഭായോഗമായാലും ഏത് മീറ്റിംഗ് ആയാലും ബിസിനസ് മീറ്റിംഗ് ആയാലും എന്തായാലും ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഒരു വേദന, പ്രയാസം ഉണ്ടാക്കാനായിട്ട് പാടില്ല. चाहे वो सभा योग हो या फिर वो कोई मीटिंग हो या कोई बिजनेस मीटिंग हो, कुछ भी हो, वहाँ पे मेरी वजह से वहाँ पे किसी प्रकार की परेशानी या तकलीफ ना हो करके हमें ध्यान देना है. ഈ
നമുക്കുണ്ടാകുന്ന നിന്ന ദൈവത്തിന് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ കഴിയും. हमारे जीवन में होने वाली निंदा को जो है परमेश्वर एक ही दिन में हटा सकता है. എന്നാൽ लेकिन നാം കാരണം സഭയ്ക്ക് കേടു പറ്റിയാൽ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും. लेकिन हमारी वजह से सभा में अगर तकलीफ आ जाए या परेशानी आ जाए तो उसके लिए काफी बड़ा मोल चुकाना पड़ता है. നമുക്കുണ്ടാകുന്ന നിന്നയായിരിക്കാം അതുമൂലം എന്തെങ്കിലും കേട് സഭയ്ക്ക് സംഭവിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും. हमारे द्वारा जो है कोई तकलीफ या परेशानी सभा में आती है या अपमान होता है तो फिर उसकी बड़ी कीमत चुकानी पड़ती है. നമ്മുടെ നിന്ന മാറ്റാൻ ദൈവത്തിന് ഒറ്റ മണിക്കൂർ മതി. हमारी निंदा को दूर करने के लिए परमेश्वर को घंटे भर का समय चाहिए. യോനായുടെ തലയ്ക്ക് തണുപ്പ് കൊടുക്കാൻ ദൈവം രാവണക്ക് നട്ടു. ഒറ്റ രാത്രി കൊണ്ട് വളർന്നു പന്തലിച്ചു, അവന്റെ തലയ്ക്ക് തണുപ്പും കൊടുത്തു. योना को जो है उसको जो है ठंडक देने के लिए, सर को ठंडक देने के लिए वहां पे एक झाड़ होगा जो कि पूरी रात भर में भरा हो गया और उसको छांव देता रहा. അപ്പോൾ രാവണക്കുണ്ടാക്കാൻ ദൈവത്തിന് ഒറ്റ രാത്രി മതി. मतलब एक झाड़ को जो है खड़ा करने के लिए परमेश्वर को एक रात ही काफी है. നമ്മുടെ നിന്നയും അപമാനവും മാറ്റാൻ ദൈവത്തിന് ഒറ്റ ദിവസം മതി. हमारी निंदा हमारी परेशानी को दूर करने के लिए परमेश्वर को एक ही दिन काफी है. പക്ഷെ നാം കാരണം ഏതെങ്കിലും ഒരു വ്യക്തി മുറിവേറ്റാൽ വേദനിച്ചാൽ അതിന് വലിയ വില കൊടുക്കണം. लेकिन हमारी वजह से किसी व्यक्ति को दर्द हो, तकलीफ हो, परेशानी हो तो उसके लिए बड़ा मोल चुकाना पड़ता है. കാരണം എല്ലാവരും ദൈവസന്നിധി വിലയുള്ളവരാണ്. कारण यही है कि हम सब जो है, कोई भी व्यक्ति क्यों ना, वो सब परमेश्वर के सामने जो है मूल्यवान है. വിലയേറിയ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. परमेश्वर ने जो है अपना जो है अति पवित्र लहू देकर जो है मोल लेके चुकाया लिया हुआ है. അപ്പോൾ നേടെ ഇവിടുത്തെ ആ നിർബന്ധം കണ്ടോ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള നിർബന്ധം. यहाँ पे दूसरे के लिए भलाई करने के लिए परमेश्वर विवश कर रहा है. ആ നിർബന്ധം എങ്ങനെ ഉണ്ടാകുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം നിമിത്തം. वो कैसे वो व्यवस्था आ रही है? मसीह के स्नेह की वजह से आ रही है. ഇതുവരെ നമ്മൾ ചിന്തിച്ചത് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ ഏതിനെല്ലാം നിർബന്ധിക്കുന്നു എന്നാണ്. अभी तक हमने जो चिंता किया वो मसीह का स्नेह किस चीज सब बातों के लिए हमें जो व्यवस्था देता ഈ है. നിർബന്ധത്തോടുള്ള ബന്ധത്തിലെ രണ്ടാമത്തെ ചിന്ത, നാം മറ്റുള്ളവരെ നിർബന്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. मतलब दूसरा जो चिंता है वो यह है कि हम दूसरों को जो है व्यवस्था करें. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം. लूकोस का सुसमाचार 14 का जो है 23वां वाक्य. നാം മറ്റുള്ളവരെ നിർബന്ധിക്കേണ്ട കാര്യം എന്താണ്? ലൂക്കോസ് हमें दूसरों को किससे कैसे विवश करना है? 14:23. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലിക്കരികയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കുക. അപ്പൊ നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യം കണ്ടവരെ വിരുന്നിന് ക്ഷണിക്കാൻ നിർബന്ധിക്കണം. हमें जो है हमको क्या करना है वहाँ पे, जिस तरीके से स्वामी ने दास से कहा सड़कों पर और बाड़ों की ओर जाकर और लोगों को विवश करके ले आकर के, उसी समान जो है हमें जो है उनको जो निमंत्रण देना है, उनको ഒരു विवश करना है. വലിയ മനുഷ്യൻ ഒരു വലിയ വിരുന്നൊരുക്കി അനേകരെ ക്ഷണിച്ചതാണ്. मतलब एक बड़े व्यक्ति ने जो है एक बड़ा सा उत्सव बनाकर जो है अनेकों को जो है वहाँ पे निमंत्रण भेजा है. സമയം വന്നപ്പോൾ ക്ഷണിക്കപ്പെട്ടവരാരും വിരുന്നിന് വന്നില്ല. जब समय आया तो वहाँ पर जिन जिन को जो उसने निबंधन दिया था वो में से कोई भी नहीं आया. അപ്പോൾ യജമാനൻ ബാലിക്കാരോട് ശിഷ്യന്മാർ ദാസന്മാരോട് പറയുക, നിങ്ങൾ ചെല്ല്, കണ്ടവരെ എല്ലാം നിർബന്ധിച്ച് എന്റെ വിരുന്നശാലയിലേക്ക് കൊണ്ടുപോവാ. तो स्वामी ने क्या किया कि अपने दासों को जो है आ गया था कि जाके जो भी तुम्हें दिखे, जो भी तुम्हें मिले, उन सबको बुलाकर जो है निमंत्रण देके मेरे पास लेकर आओ. ഏതാണ് ഈ വലിയവൻ? വലിയവനായ നമ്മുടെ ദൈവം തന്നെയാണ്. ये कौन है? ये बड़ा व्यक्ति, ये स्वामी कौन है? ये बड़ा परमेश्वर है हमारा. അവൻ ഒരുക്കിയ വിരുന്ന് കൃപയുടെ അത്താഴമാണ്. उसने क्या तैयार किया है? अनुग्रह से भरा हुआ जो है भोजन को, जो है भोज को तैयार किया है उसने. അതിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ യഹൂദ ജാതിയായി. और उसमें जो स्वागत करने योग्य कौन था? वो जो यहूदी जाति थी वहां പക്ഷേ पे. യഹൂദന പന്തിയിലേക്ക് വന്നില്ല. लेकिन यहूदी लोग जो है उस पंक्ति में नहीं आए. വഴിയിൽ മെനക്കെട്ട് നിന്നവര് ജാതികളായ നമ്മളാണ്. तो रास्ते में जो वहां पे मेहनत करने वाले मजदूर जो हम लोग थे, നമ്മളെ വിളിച്ച് അത്താഴത്തിന് കൊണ്ടുവന്നു. हम लोग को बुलाकर जो है परमेश्वर ने अपने भोज के लिए लेकर आए. ദാസന്മാരായ നമ്മളോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ചെന്ന് നിർബന്ധിക്കണം. तो वहां पर जो है हमको जो है परमेश्वर कह रहे हैं कि जाकर तुम जाके विवश करो लोगों को. വിരുന്നിന് വരാൻ നിർബന്ധിക്കണം. वहां पर जाके विवश करो लोगों को कि वो भोजन करने के लिए आए. പ്രാർത്ഥനയിലൂടെ നിർബന്ധിക്കുന്നു. प्रार्थना के द्वारा वहां पे विवश किया जा रहा है. സുവിശേഷം പറഞ്ഞ് നിർബന്ധിക്കുന്നു. सुसमाचार सुना के वहां पे विवश किया जा रहा है. കൃപയുടെ അത്താഴത്തിന് വന്നുകൂടുവാൻ. कृपा से भरे हुए भोज के लिए आने के लिए. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ നിർബന്ധിക്കേണ്ട കാര്യം हमें दूसरों को जो है तैयार करने के लिए, അത്താഴത്തിന് വരാനായിട്ട് നിർബന്ധിക്കണം. उनको भोज के लिए जो है वहां पे आने के लिए जो विवश करना है.
നിർബന്ധത്തോടുള്ള ബന്ധത്തിലെ മൂന്നാമത്തെ ചിന്ത. मतलब विवश करने के बाद में तीसरी चिंता, നിർബന്ധം കൂടാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. बिना विवश किए करने वाली बात. 1 പത്രോസ് 1 पत्रोस 5-ാം അധ്യായം 5वां अध्याय 2-3 വാക്യങ്ങൾ. दूसरा तीसरा वाक्य. 1 പത്രോസ് 1 പത്രോസ് 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. ആ. നിർബന്ധത്താലല്ല, ശ്രദ്ധിച്ചോണം, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം ആ. മനഃപൂർവമായും ആ. ദുരാഗ്രഹത്തോടെയല്ല, ആ. ഉന്മേഷത്തോടെയും ആ. ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആ. ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. അപ്പോൾ നിർബന്ധം കൂടാതെ ചെയ്യേണ്ട കാര്യം അധ്യക്ഷ വേലയാണ്. मतलब बिना विवश किए काम करने वाली बात है वो जो अध्यक्ष की सेवकाई है. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സഭയുടെ അധ്യക്ഷന്മാരാണ്. यहाँ पे जो बैठे हुए सब के सब जो सभा के अध्यक्ष हैं, മറ്റുള്ളവരുടെ നിർബന്ധത്താലല്ല ഈ കർത്താവിന്റെ വേല ചെയ്യേണ്ടത്. दूसरों के जो है कहने पर नहीं है परमेश्वर की सेवकाई करनी. നമ്മൾ അങ്ങനെ ചെയ്യുന്നവരല്ല. हम लोग ऐसे करने वालों में से नहीं है. നിർബന്ധം കൂടാതെ അധ്യക്ഷ വേല നമ്മൾ हम ചെയ്യുന്നത്. लोग बिना किसी व्यवस्था के जो है हम लोग सेवकाई करने वाले व्यक्ति हैं, കാരണം ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കും. क्योंकि मसीह का स्नेह ही है जो हमें उसके लिए जो प्रेरित करता है. അവിടെ നിർബന്ധം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മനുഷ്യരുടെ നിർബന്ധത്തിന്റെ കാര്യമാണ്. वहां पे जो व्यवस्था बताया गया है वो मनुष्य की व्यवस्था के बारे में बताया गया है. ആ മനുഷ്യരുടെ നിർബന്ധത്താലല്ല നമ്മൾ അധ്യക്ഷ വേല ചെയ്യുന്നത്. मतलब किसी और के द्वारा विवश करने पर नहीं है हमें जो परमेश्वर की सेवकाई करनी है, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധം. हमें मसीह के स्नेह की व्यवस्था. അപ്പോൾ കുരേനക്കാരനായ ശീമോനെ ക്രൂശ് ചോപ്പാൻ നിർബന്ധിച്ചു. तो कुरेना जो वासी जो है शिमोन को जो है वहां पे क्रूस उठाने के लिए जो है वहां पे उनसे जो है व्यवस्था दिखाई, जबरदस्ती किया. ഇരമ്യാവ് പറയുന്നുണ്ട്, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തതാണ്. मतलब यिर्मयाह कहता है कि तू मुझे बोलता है और मैं वो करता हूँ. ഇരമ്യാ പ്രവചനം 20-ാം അധ്യായം 7-ാം വാക്യമാണ്. 20:7 यिर्मयाह के. യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ആ. ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു. കണ്ടോ, ഈ ഇരമ്യാവ് പുരോഹിത കുടുംബത്തിൽ ജനിച്ചവനാണ്. यिर्मयाह जो है पुरोहित परिवार में पैदा हुआ व्यक्ति था. അവനെ പ്രവാചകനായി ദൈവം തിരഞ്ഞെടുത്തു. उसको जो है भविष्यवक्ता के रूप में परमेश्वर ने चुना. അപ്പോൾ ഇരമ്യാ പറഞ്ഞു, ഞാൻ ബാലനാണ്. यिर्मयाह ने उस समय कहा कि मैं तो बालक हूँ. എന്ന് വെച്ചാൽ ഒരു ബാലൻ എന്നുള്ളതല്ല, എനിക്ക് പ്രവചന ശുശ്രൂഷ അറിയത്തില്ല. मतलब उसने कहा कि बस छोटा बच्चे की अवस्था के बारे में नहीं कह रहा कि मुझे भविष्यवाणी की सेवकाई नहीं आती ഈ है. പൗരോഹിത്യ ശുശ്രൂഷ എനിക്കറിയാം. मुझे जो है याजक की सेवकाई पता है. ഞാൻ പ്രവാചക ശുശ്രൂഷ എനിക്കറിയാൻ വയ്യ, ഞാൻ ബാലനാണ്. मुझे जो है भविष्यवक्ता की जो है सेवकाई नहीं पता, मैं तो बच्चा हूँ. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ബാലൻ എന്ന് പറയരുത്. तो परमेश्वर ने कहा कि तू बालक है करके मत बोल. ഇവൻ ഒഴിയാൻ ശ്രമിച്ചു. किसी तरीके से जो है ये एक्सक्यूज करने की कोशिश ഇരമ്യാ किया. പറയുന്നു, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. आखिर में यिर्मयाह कहता है कि तूने मुझे विवश किया और मैंने मान लिया उस चीज को. നിർബന്ധം കുരേനക്കാരനായ ശീമോന്റെ മേൽ വന്നപ്പോൾ അവൻ ക്രൂശിന്റെ അറ്റം ചുമന്നു. विवशता जब कुरेनीवासी जो है शिमोन के ऊपर आया तो फिर उसे क्रूस उठाना पड़ गया. ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് നടക്കുക എന്ന്. क्रूस उठाने का अर्थ यही है कि मृत्यु की ओर जाना. ഒരു വ്യക്തി ക്രൂശും ചുമന്നുകൊണ്ട് നടക്കുന്നത് കണ്ടാൽ ഈ വ്യക്തി മരണത്തിലേക്ക് പോവുകയാണ്. एक व्यक्ति क्रूस उठाकर चल रहा है तो उसका अर्थ यही है कि ये मृत्यु की ओर जा रहा है. പഴയ നിയമകാലത്തിലെ വധശിക്ഷ പല വിധത്തിലാണ് നടക്കുന്നത്. पुराने नियम के समय में जो है मृत्यु का जो है दंड जो है वो अनेकों तरीके से दिया जाता था. വിശേഷിച്ച് റോമൻ गवर्नमेंट ആണ് ഈ വധശിക്ഷ നടത്തിയിരുന്നത്. खास तौर पर जो है रोमी जो सरकार जो है ये काम करवाती थी. യഹൂദന്മാരുടെ ഇടയിലും വധശിക്ഷയുണ്ട്. यहूदियों के बीच में भी जो है वहाँ मृत्यु का दंड है. ഈ കല്ലെറിഞ്ഞു കൊല്ലും. वहाँ पे जो है पत्थर फेंक के मारा जाता है. എന്നാൽ റോമൻ ശിക്ഷാക്രമം അല്പം കൂടി കാഠിന്യമാണ്. लेकिन रोमी सरकार के द्वारा और भी जो है कठिनता से दिया जाता है. ഒന്ന് തലവെട്ടിക്കൊല്ലും. पहला जो है गर्दन काट के. പൗലോസിനെ കൊന്നത് റോമാ ഗവൺമെന്റ് കൊന്നത് അവന്റെ തലവെട്ടിയാണ്. पौलुस को इसी तरीके से मारा गया, उसे गर्दन को काट कर मारा गया. ഈ റോമാ ഗവൺമെന്റിന്റെ മറ്റൊരു വധശിക്ഷാ ക്രമമാണ് ക്രൂശിൽ തറച്ചു കൊല്ലുക. दूसरा जो है उनका जो मृत्यु का जो मृत्यु देने का तरीका यही है कि क्रूस पे जो है ठोके मारना. അങ്ങനെ വിധിച്ചാൽ अगर ऐसा विधि दे दिया तो ആ വ്യക്തിയെ ഏത് ക്രൂശിലാണ് ക്രൂശിക്കുന്നത് ആ ക്രൂശിൻ ചുമന്നുകൊണ്ട് ക്രൂശിക്കപ്പെടുന്ന സ്ഥലം വരെ ഇദ്ദേഹം നടന്നു പോകണം. अगर किसी व्यक्ति को अगर ये दे दिया दंड तो उस व्यक्ति को जो है जहां पर उसको मृत्यु दी जाएगी वहां तक जो है इस क्रूस को उठा के ले जाना पड़ता है. അങ്ങനെ ഒരു വ്യക്തി ക്രൂശുമായി നടക്കുമ്പോൾ ലോകത്തിനറിയാം
ഈ വ്യക്തി മരണത്തിലേക്ക് നടന്നു പോകും. ऐसा कोई व्यक्ति अगर जा रहा है क्रूस उठा के, तो दुनिया को पता चलता है कि ये क्रूस की मृत्यु का अधिकारी है या उसके लिए उसको तैयार किया गया है. അപ്പോൾ ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് നടന്നു പോകുക. क्रूस उठाने का मतलब ये है कि मृत्यु की ओर जाना, मृत्यु की तरफ बढ़ना. യഹോവയുടെ പെട്ടകം 7 മാസം ഫെലിസ്ത്യ ദേശത്ത് അകപ്പെട്ടു. यहोवा का संदूक जो है 7 ഫെലിസ്ത്യ ദേശത്ത് वो फलिस्ती देश में रहा. वो അത് ദാഗോന്റെ ക്ഷേത്രത്തിൽ ഇരുന്നു, എക്രോനിൽ ഇരുന്നു, वो दागोन के क्षेत्र में था, ഈ പെട്ടകം ഇരുന്നു. कौन में रहा करके वहां पे कई देश में रहा. वो ഈ പെട്ടകം നിമിത്തം അവിടെ ഉള്ളവർക്ക് ഭയം, ഭീതി, രോഗവും എല്ലാം വന്നു. इस संदूक की वजह से वहां पे रहने वाले, उस शहर में रहने वाले हर व्यक्ति को जो है डर वहां पे आया. അപ്പോൾ അവർക്ക് മനസ്സിലായി പെട്ടകം മൂലമാണ് ഉണ്ടായത്, നമുക്ക് ഈ പെട്ടകം തിരിച്ച് ഇസ്രായേൽ उनको समझ में आ गया, ദേശത്തേക്ക് उनको समझ में आ गया कि ये संदूक की वजह से ये चीज हुआ है, इसलिए संदूक को उन्होंने फटाफट वहां की तरफ भेज दिया. അതുകൊണ്ട് അവര് ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി. इसके लिए उन्होंने एक नई गाड़ी बनाई ഈ പെട്ടകം ഈ വണ്ടിയിൽ കയറ്റി വെച്ചു. और इस गाड़ी के ऊपर इस संदूक को उठाकर रखा. കറവുള്ള 2 പശുക്കളെ ഈ വണ്ടിക്ക് കെട്ടി. मतलब अच्छे बलवान जो है 2 पशुओं को जो है इस पे बांध दिया. അതിന്റെ കിടാക്കളെ പുറകിൽ വീട്ടിൽ അടച്ചിട്ടു. उनके बच्चों को उनको जो घर पे बांध दिया. നാം വായിക്കുന്നത് ആ പശുക്കൾ കരഞ്ഞും കൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ നേരെ ഇസ്രായേലിലേക്ക് ഓടി. मतलब वो जो पशु जो थे वो बिना मतलब वहां पे जो है रोते हुए जो है वो वहां उस देश की तरफ चलते चले गए. പുറകിൽ കിടാക്കൾ കരയുന്നുണ്ട്. और पीछे जो है बच्चे रो रहे हैं उसके. പക്ഷേ ഈ പശുക്കൾ തിരിഞ്ഞു നോക്കി. लेकिन ये पशु जो है पीछे पलट कर नहीं देखा इन्होंने. പെട്ടകം ചുമലിൽ ഇരിക്കുകയാണ്. और ऊपर क्या रखा हुआ है? संदूक रखा हुआ ഈ है. പെട്ടകത്തെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കണം. ये संदूक को जहां पहुंचाना है वहां पे लेकर गए. അവ ബെത്ശേമെശിൽ ഈ പെട്ടകം ചെന്നു. तो पेशवेश करके जो जगह है वहां पर ये संदूक पहुंचा. അവിടെ ഉള്ളവർ ഈ പെട്ടകം ആ വണ്ടിയിൽ നിന്ന് താഴെ वहां पे जो लोग थे उन्होंने उस संदूक को जो है उस गाड़ी में से उतारा ആ വണ്ടി തല്ലിക്കീറി. और उस गाड़ी को जो है वहीं पे फाड़ डाला. ആ പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗം. और उन पशुओं को जो है यहोवा को जो है यज्ञ करके बलि करके चढ़ा दिया. ഇതാണ് ക്രൂശ് ചുമക്കുക എന്ന് വെച്ചാൽ. यही है क्रूस उठाने की व्यवस्था. ഒടുവിൽ കർത്താവിന് വേണ്ടി യാഗമായി തീരുക. आखिर में जो है मसीह के लिए जो है बलि चढ़ना. ക്രൂശ് ചുമപ്പാൻ നിർബന്ധിക്കപ്പെടും. क्रूस उठाने मतलब चढ़ने के लिए जो है वहां पे जो है विवश किया जाएगा. ഇനി 5 കുരേനക്കാരന് ശീമോൻ നമുക്ക് നൽകുന്ന 5ാമത്തെ ആത്മീയ പാഠം. अब जो है कुरैनी जो है शमौन के द्वारा मिलने वाला 5वां आत्मिक शिक्षा. യേശുവിന്റെ പുറകെ മാത്രമേ നടക്കാവൂ. यीशु के पीछे ही सिर्फ चलना है. അത് ലൂക്കോസ് മാത്രമാണ് ആ കാര്യം പറഞ്ഞത്. उसको सिर्फ लूकोस ने वहां पे लिखा हुआ है. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ उसका कारण क्या है अगर देखें तो ഈ 4 സുവിശേഷകന്മാർ സുവിശേഷം എഴുതുന്നത് ये 4 सुसमाचार जो लिखते हैं सुसमाचार ഓരോ കൂട്ടം ആൾക്കാരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. ये चारों जो है जो लिखने वाले लेखक जो है एक एक समूह को जो है ध्यान में रखते हुए लिख रहे हैं. മത്തായി സുവിശേഷം എഴുതിയത് യഹൂദന്മാരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. मती ने जो लिखा है सुसमाचार वो यहूदियों को ध्यान में रख लिखा है. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ ദൈവം ദൈവരാജ്യം എന്ന വാക്ക് കാണത്തില്ല. इसलिए जो है मताई ने जो लिखा हुआ है वहां पे परमेश्वर या परमेश्वर के राज्य के बारे में नहीं देखने को मिलता है. അതിന് പകരം സ്വർഗരാജ്യം എന്ന വാക്കാണ് മത്തായി ഉപയോഗിക്കുന്നത്. लेकिन उसके बदले जो है स्वर्ग राज्य करके जो है मती जो है वहां पे उस शब्द को उच्चारण करता है, लिखता है. യഹൂദന്മാർ ദൈവത്തിന്റെ നാമം അവരെടുക്കത്തില്ല. വൃഥ എടുക്കരുത്, 2ാമത്തെ കൽപ്പനയാണ്. അപ്പോൾ ആവശ്യത്തിന് അനാവശ്യത്തിന് ദൈവമെന്ന വാക്ക് ഇവർ ഉപയോഗിക്കത്തില്ല. यहूदी लोग जो है परमेश्वर का नाम जो है नहीं लेते हैं. वो जैसे दूसरी व्यवस्था में जो दूसरा जो पद दिया हुआ है कि तुम मतलब परमेश्वर का नाम जो है यूं नहीं लेना चाहिए, इसलिए वो लेते नहीं है. അതുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷത്തിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മനസ്സന്തപ്പെടുവിൻ എന്നത്, ലൂക്കോസ് വിശേഷത്തിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മനസ്സാന്തപ്പെടുവിൻ എന്ന് എഴുതി. मती में जो है स्वर्ग राज्य निकट इसलिए मन फिराओ करके लिखा गया है, लेकिन लूकोस पे लिखा है कि परमेश्वर का राज्य निकट इसलिए मन फिराओ करके. അപ്പോൾ മത്തായി സുവിശേഷം എഴുതുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്. तो मती का जो सुसमाचार जो है यहूदियों को ध्यान में रख के लिखा गया है. യേശുവിനെ രാജാവായിട്ടാണ് മത്തായി അവതരിപ്പിക്കുന്നത്. यीशु को जो है राजा के रूप में जो है मसीह को वहां पे प्रकट किया हुआ है. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ മാത്രം കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ. इसलिए जो है मती के सुसमाचार में हम लोग पढ़ते हैं वहां पे लिखा हुआ है कि यहूदियों का राजा कहाँ पैदा हुआ है, कहाँ है. മർക്കോസ് സുവിശേഷം എഴുതുന്നത്
റോമാക്കാർക്ക് വേണ്ടിയാണ്. मरकोस जो लिखता है सुसमाचार वो रोमियो को ध्यान में रख के लिखता है. യേശുവിനെ ദാസനായിട്ടാണ് മർക്കോസ് അവതരിപ്പിക്കുന്നത്. मरकोस जो है यीशु को जो है दास के रूप में वहां पे प्रकट करता है. യേശുവിനെ ദാസൻ എന്ന് മർക്കോസ് സുവിശേഷത്തിൽ പലയിടത്തും നമ്മൾ വായിക്കുന്നു. मतलब मरकोस के सुसमाचार में यीशु को जो है दास के रूप में जो है कई जगह पे जो है प्रकट किया हुआ है. ലൂക്കോസ് സുവിശേഷം എഴുതുന്നത് ഗ്രീക്കുകാർക്ക് വേണ്ടിയാണ്, യവനന്മാർക്ക് വേണ്ടിയാണ്. मतलब लूकोस जो है ग्रीक लोगों के लिए, यूनानी लोगों के लिए जो है उसने जो ये जो सुसमाचार लिखा हुआ है. യേശുവിനെ മനുഷ്യനായിട്ടാണ് ലൂക്കോസ് അവതരിപ്പിക്കുന്നത്. मतलब लूकोस ने जो है यीशु को जो है मनुष्य के रूप में वहां पे प्रकट किया है. യേശു മനുഷ്യപുത്രൻ എന്ന ലൂക്കോസ് സുവിശേഷത്തിൽ അനവധി പ്രാവശ്യം കാണാൻ കഴിയും. मतलब यीशु जो है मनुष्य पुत्र है करके लूकोस सुसमाचार में कई जगह हमें देखने को मिलता है. യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് ദൈവസഭയ്ക്ക് വേണ്ടിയാണ്. യോഹन्ना सुसमाचार जो लिखता है वो जो है परमेश्वर के सभा के लिए लिखता है. യേശുവിനെ ദൈവമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. यीशु को जो है परमेश्वर के रूप में प्रकट करता है वो. ഈ അടിസ്ഥാന അറിവ് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കണം. मतलब ये हमेशा जो है ये सुसमाचार के रूप में हमें पास होना चाहिए. ഒന്നുകൂടെ ഞാൻ പറയാം. एक और बात कहता हूं मैं. മത്തായി സുവിശേഷം എഴുതുന്നത് യഹൂദന്മാർക്ക് വേണ്ടി. मत्ताई जो सुसमाचार लिखता है वो यहूदियों को ध्यान में रख के लिखता है. യേശുവിനെ രാജാവായിട്ട് അവതരിപ്പിച്ചു. यीशु को जो है राजा के रूप में वहां पे प्रकट किया है. മർക്കോസ് സുവിശേഷം എഴുതുന്നത് റോമാക്കാർക്ക് വേണ്ടി. मरकोस जो सुसमाचार लिखता है वो रोमियो को ध्यान में रख के लिखता है. യേശുവിനെ ദാസനായിട്ട് അവതരിപ്പിച്ചു. यीशु को जो है वहां पे दास के रूप में जो है प्रस्तुत किया है. ലൂക്കോസ് സുവിശേഷം എഴുതുന്നത് യവനന്മാർക്ക് വേണ്ടി, ഗ്രീക്കുകാർക്ക് വേണ്ടി യേശുവിനെ മനുഷ്യനായിട്ട് അവതരിപ്പിച്ചു. मतलब जो लूकोस जो है सुसमाचार लिखता है वो ग्रीक वालों के लिए, जो जवान लोग हैं उनके लिए लिखता है वहां पे, और वहां पे यीशु को जो है मनुष्य के रूप में प्रकट किया है. യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് ദൈവസഭയ്ക്ക് വേണ്ടി. യോഹन्ना जो सुसमाचार लिखता है वो परमेश्वर के सभा के लिए लिखता है. യേശുവിനെ ദൈവമായിട്ട് അവതരിപ്പിച്ചു. यीशु को जो है परमेश्वर के रूप में वहां पे प्रकट किया है. ഇവിടെ ലൂക്കോസ് ആണ് പറയുന്നത് ശിമോനെ കൊണ്ട് ക്രൂശ് ചുമപ്പിച്ചു, യേശുവിന്റെ പിന്നാലെ നടത്തിച്ചു. यहाँ पे लूकोस ने वहां पे लिखा हुआ है कि वो शिमोन के द्वारा यीशु मसीह का क्रूस उठवाया गया और उसके पीछे चलाया गया. യേശുവിനെ മനുഷ്യനായിട്ടാണ് ലൂക്കോസ് അവതരിപ്പിക്കുന്നത്. मतलब लूकोस जो है यीशु को जो है मनुष्य के रूप में प्रकट किया है वहां पे. മനുഷ്യൻ എന്ന നിലയിൽ യേശു കർത്താവ് ഇപ്പോൾ ബലഹീനനാണ്. मतलब मनुष्य के रूप में अगर देखा जाए तो यीशु मसीह अभी जो है वहां पे बलहीन है. തലേ രാത്രി മുതൽ ഒരു തുള്ളി വെള്ളം യേശു കുടിച്ചിട്ടില്ല. पिछले रात से जो है यीशु मसीह ने एक बूंद पानी नहीं पिया है. രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുക. लहू जो है उनके शरीर से बहता जा रहा है. തലേ രാത്രി യേശു ഉറങ്ങിയിട്ടില്ല. उस रात को वो यीशु सोया भी नहीं है. ചാട്ടവാറ് കൊണ്ട് അടിയേറ്റ അവന്റെ മുതുകിൽ നീണ്ട ഉഴൽച്ചാലുകൾ വീണ് കിടപ്പുണ്ട്. मतलब कोड़ों से जो है पीठ पे मार खाए हुए जो है घाव भरा पड़ा हुआ है. ആ ക്രൂശിന്റെ ഭാരമുള്ള ഭാഗം യേശുവിന്റെ തോളിലാണ്. मतलब क्रूस का जो है भार वाला भाग जो है यीशु के कंधे पर है. ടി ഷേപ്പ് ആണല്ലോ ക്രൂശ്. क्रूस का जो शेप जो है वो टी के आकार में है. ആ ടി ഷേപ്പിന്റെ മുമ്പിൽ അവിടെ വെയിറ്റ് കൂടുതൽ, താഴോട്ടുള്ള പോൾ ഈ ആ തൂങ്ങി ഇങ്ങനെ കിടക്കുന്നതാണ് ശീമോൻ ചുമക്കുന്നത്. वो टी का जो भाग जो है वो जो है भार वाला भाग है, और जो पीछे जो खाली हिस्सा है वहां पे भार नहीं है. അപ്പോൾ ക്രൂശിന്റെ ഭാരമുള്ള ഭാഗം മുമ്പിൽ നിൽക്കുന്ന യേശുവിന്റെ തോളിലാണ്. वो जो टी का जो आगे जो भार वाला भाग है वो यीशु के कंधे पर है. ആ ഭാരം കുറഞ്ഞ ഭാഗമാണ് ആരോഗ്യമുള്ള ശീമോന്റെ തോളിലും. और उसका जो निचला जो भाग है जो शिमोन के कंधे पर है, जो आरोग्य से परिपूर्ण है. ലൂക്കോസ് അത് എടുത്തെഴുതി. അവർ ക്രൂശ് ചുമപ്പിച്ചു, ശീമോനെ മുമ്പിൽ നിർത്തിയില്ല, യേശുവിന്റെ പുറകിലാണ് ശീമോനെ നിർത്തിയത്. वहां पे लूकोस ने जो है व्यक्त रूप से लिखा हुआ है कि जो शिमोन जो है वहां पे क्रूस उठा रहा है वो यीशु के आगे नहीं बल्कि यीशु के पीछे चल रहा है. നമ്മൾ യേശുവിന്റെ പുറകെ മാത്രമേ हम നടക്കാവൂ. लोग को जो है यीशु के पीछे ही चलना है. നമ്മൾ ഒരിക്കലും യേശുവിന്റെ മുമ്പിൽ നടക്കുന്നവരല്ല. हम कभी भी यीशु के आगे चलने वालों में से नहीं है. എത്ര പരിചയമുണ്ടെങ്കിലും നമ്മൾ യേശുവിന്റെ പുറകിൽ മാത്രമാണ് നടക്കുന്നത്. कितना भी परिचय क्यों ना, हम यीशु के पीछे ही चलेंगे. വേദപുസ്തകത്തിൽ 4 ക്രിസ്തീയ നടപ്പുകളെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. यहाँ पे पवित्र शास्त्र में जो है 4 मसीही जो चलन के बारे में बताया गया है. അതും കൂടെ ഞാനൊന്ന് ഓർപ്പിക്കാം. वो भी मैं आप लोगों को याद दिलाता हूं. मैं 4 ക്രിസ്ത്യൻ വോക്സ്, 4 ക്രിസ്തീയ നടപ്പുകൾ. 4 जो है मसीही जो चलन. അപ്പോൾ ഈ ഭാഗം ഒന്നും കൂടെ ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ചോളാം. इस भाग को थोड़ा और मैं आपको जो व्यक्त रूप से बताऊंगा. ഒന്നാമത്തെ നടപ്പ് सबसे पहला जो चाल जो है, ദൈവത്തോട് കൂടെ നടക്കുക. सबसे पहला चाल जो है मसीह के साथ चलना. വോക്ക് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെ നടക്കുക. परमेश्वर के साथ चलना.
ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം. उत्पत्ति किताब 5 का जो है 24. 24वां वाक्य. ഉൽപ്പത്തി പുസ്തകം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. हानोक जो है परमेश्वर के साथ चला. ദൈവം ഹാനോക്കിന്റെ കൂടെ നടന്നെന്നല്ല, ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. परमेश्वर हानोक के साथ चला ऐसा नहीं है, वहां पे हानोक परमेश्वर के साथ चला है. ദൈവം നമ്മുടെ വ്യവസ്ഥയിൽ നടക്കുന്നവനല്ല, നമ്മൾ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നടക്കണം. परमेश्वर हमारी व्यवस्था में चलने वाला नहीं है, बल्कि परमेश्वर की व्यवस्था में हमें चलना है. രണ്ടുപേരെ ഒന്നിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? दो व्यक्ति साथ में चलना करके है तो क्या होगा? ആമോസ് പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യത്തിലുണ്ട്. आमोस का जो आमोस की किताब उसका जो 3 का എങ്ങനെ രണ്ടുപേര് ഒന്നിച്ച് നടക്കുന്നത്? ആമോസ് പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യം. आमोस की किताब 3 का 3. അപ്പോൾ രണ്ടുപേർ ഒന്നിച്ച് നടക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ഒത്തൊരുമ വേണം. मतलब दो व्यक्ति अगर एक साथ चलना होगा तो दो बातें समांतर होनी चाहिए. രണ്ടുപേർ ഒന്നിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം 3 വ്യവസ്ഥകൾ പാലിക്കപ്പെടണം. मगर दो व्यक्ति को साथ में चलने के लिए 3 व्यवस्था का पालन करना चाहिए. ഒന്ന്, पहला they should walk in the same direction. मतलब ഒരേ ദിശയിൽ രണ്ടുപേര് നടക്കണം. मतलब दोनों को एक ही दिशा की ओर चलना चाहिए. രണ്ടുപേര് ഒന്നിച്ച് നടക്കാൻ ഇറങ്ങി. एक व्यक्ति जो है साथ में निकले हैं चलने के लिए. ഞാനും പാസ്റ്റർ രജിത്തും കൂടെ ഇറങ്ങി. ഒന്നിച്ച് നടക്കാൻ ഇറങ്ങിയത്. രജിത്ത് വലത്തോട്ടും നടന്നു, ഞാൻ ഇടത്തോട്ടും നടന്നു. അതിന്റെ പേര് ഒന്നിച്ച് നടപ്പാം. मतलब पास्टर जी और पास्टर जी के साथ रजित पास्टर जी दोनों निकले हैं, एक जगह निकलने जाने के लिए निकले हैं और दोनों अलग अलग दिशा की ओर चले, तो चलना एक साथ हुआ क्या? वो അപ്പൊ രണ്ടുപേര് ഒന്നിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരേ ദിശയിൽ നടക്കണം. दोनों जो है एक साथ चलने का मतलब एक ही दिशा की ओर दोनों ने चलना है. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒരേ ദിശയിൽ നടന്നു. हानोक जो है परमेश्वर के साथ चलने का मतलब कि दोनों जो है एक ही दिशा की ओर चले. കർത്താവിന്റെ ദിശയിൽ ഹാനോക്ക് നടന്നു. परमेश्वर की दिशा की ओर जो है हानोक चला. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ ദിശ എന്താണ്? अगर ऐसा है तो परमेश्वर की दिशा कौन सी है? കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പിതാവിന്റെ നാമം മഹത്വപ്പെടണം. आमीन. मसीह जब इस संसार में थे तो एक ही एक जो है उनका जो चाहत थी कि पिता की जो है विषय को पूरा करना. 2 വാക്യങ്ങൾ തെളിവിന് വായിക്കാം. दो बातें जो है यहाँ पर प्रकरण में बताते हैं. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം. യോഹന്ന का सुसमाचार 17 का पहला वाक्य. 17-ാം അധ്യായം 1-ാമത്തെ വാക്യം കർത്താവിന്റെ പ്രാർത്ഥനയാണ്. वहां पे मसीह की प्रार्थना है. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന്. മഹത്വപ്പെടുത്തേണ്ടതിന്. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഒറ്റ ദിശ, ഒറ്റ ലക്ഷ്യം, പിതാവിന്റെ നാമം മഹത്വപ്പെടണം. मतलब एक एक लक्ष्य था जब प्रार्थना कर रहा था, एक एक उद्देश्य था कि पिता का जो है वहां पर महिमा करना. ഇനി 2, പ്രവർത്തിച്ചപ്പോൾ യേശുവിന്റെ ദിശയും ഇത് തന്നെയാണ്. और जब उसे प्रवृत्ति किया तब भी यीशु का विषय यही था. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യം. യോഹന്ന का सुसमाचार 12 का 28वां वाक्य. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ഇത് അത്ഭുതം കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, हे पिता, अपने नाम की महिमा कर. यह अद्भुत होने के बाद मसीह ने वहां पर कहा. അപ്പോൾ കർത്താവിന്റെ ദിശ, ലക്ഷ്യം ഒന്നേ ഉള്ളൂ, പിതാവിന്റെ നാമം മഹത്വപ്പെടണം. तो मसीह का लक्ष्य एक ही है कि पिता की महिमा करना. ആ കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുന്ന നമ്മുടെയും ലക്ഷ്യം ദൈവനാമം മഹത്വപ്പെടണം. उस परमेश्वर के साथ चलने वाले हम लोग की भी जो है एक ही उद्देश्य होना चाहिए कि परमेश्वर की महिमा करना. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്താലും തിന്നാലും കുടിച്ചാലും അവന്റെ നാമം മഹത്വപ്പെടണം. इसलिए पौलुस ने यही बात कही कि तुम चाहे खाओ पियो कुछ भी करो, वो सब परमेश्वर की महिमा के लिए होना चाहिए. ദൈവനാമത്തിന് മഹത്വം വരാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. परमेश्वर के नाम की महिमा के लिए ही सब कुछ करना है, उसके विरोध में कुछ भी नहीं करना है. അപ്പോൾ ഒന്നിച്ച് നടക്കുന്നതിലെ ഒന്നാമത്തെ വ്യവസ്ഥ ഒരേ ദിശയിൽ നടക്കണം. एक साथ चलने का एक ही व्यवस्था है, वो है कि एक ही दिशा की ओर चलना. നമ്മൾ കർത്താവിനോടൊപ്പം ഒന്നിച്ച് നടക്കുന്നെങ്കിൽ കർത്താവിന്റെ ദിശയായ ദൈവനാമ മഹത്വം അതായിരിക്കണം നമ്മുടെയും ദിശ. हम अगर मसीह के साथ चल रहे हैं तो मसीह का जो उद्देश्य क्या है कि पिता की महिमा करना, वही उद्देश्य हमारा भी होना चाहिए.
ഇനി രണ്ടുപേര് ഒന്നിച്ച് നടക്കുന്നതിലെ രണ്ടാമത്തെ വ്യവസ്ഥ, दूसरी व्यवस्था, ദേ ഷുഡ് വോക്ക് ഇൻ ദ സെയിം സ്പീഡ്. दोनों को ഒരേ വേഗതയിൽ രണ്ടുപേര് നടക്കണം. दोनों को एक ही जो है गति में चलना होगा, एक ही स्पीड में चलना होगा. ഈ കുടുംബമായിട്ട് സഭായത്തിന് പോകാനായിട്ട് നാട്ടിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. कई बार मैं गाँव में जो है ध्यान देता हूँ कि परिवार के साथ जब लोग जो सभा में आते हैं, कलीसिया में आते हैं, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭർത്താവ് അങ്ങ് സ്പീഡ് പിടിച്ച് അങ്ങ് 1 കിലോമീറ്റർ മുമ്പിലായിരിക്കും. ഈ ഭാര്യ ഒരു കൊച്ചിനെ തോളിലും എടുത്ത് പിന്നെ ഒരു ബാഗ് തോളത്ത് വിട്ട്, കൊച്ചിൻ്റെ പാലും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്, ഒരു കുഞ്ഞിനെ കയ്യിലും പിടിച്ച് ഏന്തി വലിഞ്ഞ് പോവുക. എന്നാൽ ഒന്നിച്ച് അങ്ങനെ നടക്കരുത്. निकले थे एक साथ जो है कलीसिया जाने के लिए. पति 1 किलोमीटर दूर होता है, पत्नी जो है बच्चे को गोद में रखे दूसरे बच्चों को चलाते हुए, थैला के अंदर बिस्कुट वगैरह होता है उन सबको जो कंधे में डालते हुए जो है पीछे पीछे आ रही होती है. അപ്പം രണ്ടുപേരും ഒന്നിച്ച് നടക്കാൻ ഇറങ്ങിയാൽ ഒരേ വേഗതയിൽ നടന്നു പോകണം. तो दो व्यक्ति जब निकलते हैं एक साथ तब दो एक ही स्पीड में, एक ही गति में അപ്പോൾ चलना चाहिए. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്പീഡിൽ ഹാനോക്ക് നടന്നു. मतलब हानोक परमेश्वर के साथ चला तो परमेश्वर की गति के अनुसार जो है वो भी चला. അപ്പോൾ ദൈവത്തിന്റെ സ്പീഡ് എന്തുവാ? तो परमेश्वर का स्पीड क्या है? കാലം നോക്കിയാൽ समय अगर देखा जाए, ഉപദേഷ്ടക്കന്മാരാകേണ്ട കാലം കഴിഞ്ഞു. बस समय देखा जाए तो आप लोग उपदेशक बनने का समय बीत चुका है. അപ്പോൾ ഓരോ വർഷം നമ്മൾ പ്രാപിക്കേണ്ട ആത്മീയ വളർച്ചയുണ്ട്. मतलब एक एक वर्ष जो है हमें प्राप्त करने वाले आत्मिक उन्नतियां हैं, അതാണ് സ്പീഡ്. वो है गति. ഈ വർഷം 2023 കർത്താവ് എന്നെ പറ്റി ആഗ്രഹിച്ച ഒരു ആത്മീയ വളർച്ചയുണ്ട്. मतलब इस 2023 में जो है परमेश्वर ने मेरे प्रति जो चाहत रखा कि मुझे ये आत्मिक जो सेवकाई या आत्मिक जो उन्नति होनी चाहिए वैसा है. ആ വളർച്ച ഞാൻ പ്രാപിച്ചില്ലെങ്കിൽ കർത്താവിന്റെ വേഗതയിൽ ഞാൻ നടന്നില്ല. अगर मैं उस चीज को ना प्राप्त करूं ഇനി तो फिर मैं परमेश्वर की गति में नहीं हूं. ഇനി മൂന്നാമത്തെ വ്യവസ്ഥ, अब तीसरी व्यवस्था, രണ്ടുപേര് ഒന്നിച്ച് നടക്കാൻ ഇറങ്ങി. दो व्यक्ति जो है एक साथ चलने को निकले, മുണ്ടാട്ടവും इല്ല ഉരിയാട്ടവും ഇല്ല. आपस में कोई बातचीत नहीं, मन मुटाव, പിന്നെ എന്തിനാ ഒന്നിച്ച് നടക്കുന്നത്? फिर क्यों एक साथ चल रहे हो? അപ്പൊ രണ്ടുപേരും ഒന്നിച്ച് നടക്കുന്നെങ്കിൽ തമ്മിൽ സംസാരിച്ച് നടക്കണം. मतलब एक साथ जब निकले हैं तो फिर आपस में जो है बात करते हुए निकलना चाहिए. They should speak each other. वो एक- തമ്മിൽ അവർ സംസാരിക്കും. वो एक दूसरे से बातचीत करना चाहिए. അപ്പോൾ ഒന്ന് ഒരേ ദിശയിൽ നടക്കണം. पहला एक ही दिशा की ओर चलना है. രണ്ട് ഒരേ വേഗതയിൽ നടക്കണം. दूसरा एक ही तेजस मतलब एक ही स्पीड में चलना है. മൂന്ന് തമ്മിൽ സംസാരിച്ചുകൊണ്ട് നടക്കണം. तीसरा जो है आपस में बातचीत करते हुए चलना है. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നെന്ന് പറഞ്ഞാൽ ദൈവം ഹാനോക്കിനോട് സംസാരിച്ചു, ഹാനോക്ക് ദൈവത്തോടും സംസാരിച്ചു. हानोक परमेश्वर के साथ चला तो वहां पे कहने का तात्पर्य यही है कि हानोक जो है परमेश्वर से बात किया और परमेश्वर ने हानोक से बात किया. ഇങ്ങനെ ഒന്നിച്ച് നടന്ന ഒരു അപ്പനെയും മകനെയും ബൈബിളിൽ കാണാൻ കഴിയും. और इस तरीके से एक साथ चलने वाले एक पिता और बालक को देखते हैं वहां पे. അവരെങ്ങനെയാ നടന്നതെന്ന് നോക്കാം. वो कैसे चल रहे हैं देखें. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 6 വാക്യം. उत्पत्ति किताब 22 उसके അധ്യായം 22वें अध्याय का 6 വാക്യം. 6वां वाक्य. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് ആ. തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. ആ. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അവരിരുവരും ഒന്നിച്ച് നടന്നു. ആ വാക്ക് ശ്രദ്ധിച്ചോ, അവരിരുവരും ഒന്നിച്ച് നടന്നു. तब अब्राहम ने होमबलि की लकड़ी ले अपने पुत्र इसहाक पर लादी और आग और छुरी को अपने हाथ में लिया और वे दोनों एक साथ चल पड़े. അപ്പോൾ സംസാരം തുടങ്ങി. താഴോട്ട് വായിക്കാം. वहां पे बातचीत शुरू हुआ. नीचे पढ़ते हैं. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രാമിനോട്, കണ്ടോ, സംസാരം തുടങ്ങി. മകൻ അപ്പനോട് पिता पुत्र जो है पिता से बात कर रहा है. അപ്പ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. ആ. നീ തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. അതിന് ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ അപ്പോൾ എന്ന് അബ്രാം രണ്ടുപേർ പറഞ്ഞു. ഒന്നിച്ച് നടന്നപ്പോൾ തമ്മിൽ സംസാരിച്ച് നടക്കുകയാണ്. दो व्यक्ति आपस में जब चल पड़े निकल पड़े एक साथ तो आपस से बातचीत कर रहे हैं वहां पे. അപ്പോൾ ദൈവത്തിന്റെ കരുതലിന്റെ ശബ്ദം മകൻ കേൾക്കുകയാണ്. वहां पे परमेश्वर के द्वारा होने वाले उपाय के बारे में जो है पुत्र सुन रहा है. യഹോവ കരുതിക്കൊള്ളും. मतलब यहोवा उपाय करेगा. അപ്പോൾ ഒന്നിച്ച് നടക്കുമ്പോൾ നാം കർത്താവിനോട് സംസാരിക്കുമ്പോൾ കർത്താവിന്റെ കരുതലിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. आमी जब हम एक साथ चलते हैं और परमेश्वर से बात करते हैं तो परमेश्वर के उपाय के बारे में हमको सुनने को मिलता है. അപ്പോൾ ക്രിസ്തീയ നടപ്പുകളിലെ ഒന്നാമത്തെ നടപ്പ് വോക്ക് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള നടപ്പ്. मतलब मसीह जीवन में जो परमेश्वर साथ चलना जो है वो परमेश्वर साथ चलना है. അങ്ങനെ നടക്കുമ്പോഴുള്ള നേട്ടം
കർത്താവിന്റെ കരുതൽ വെളിപ്പെട്ടു വരും. वहां उस तरीके से चलेंगे तो परमेश्वर के द्वारा हमें उपाय मिलता है. എന്താ കരുതൽ? യാഗപീഠം പണിത് ഇസഹാക്കിനെയും കടത്തി. वहां पे होम बलि जो तैयार किया और वहां पे इसहाक को भी लटा दिया गया. ദൈവം അബ്രഹാമിനെ തടഞ്ഞു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. परमेश्वर ने अब्राहम को रोका, बालक के ऊपर जो है हाथ न लगा. പുറകിൽ കൊമ്പ് കാട്ടി ചുറ്റി ഒരു കോലാട്ടുകൊറ്റൻ കിടക്കി. वहां पीछे जो एक मेढ़ा जो है वहां पे जंगल में जो है अपने जो सिंगों से फंसा पड़ा हुआ था. ഈ സമയത്ത് മോറിയ മല നിർജ്ജനമായ സ്ഥലമാണ്. इस समय जो है मोरिया जो पहाड़ जो था वो निर्जल जो पहाड़ था, കാട്ടു മൃഗങ്ങളുള്ള സ്ഥലമാണ്. वो जंगली जानवरों से भरा हुआ जो जगह था. ഒരു കോലാട് കൊമ്പ് കാട്ടി ചുറ്റി അവിടെ കിടക്കുകയാണ്. वहां पर एक मेढ़ा जो है वहां पे अपने जो है जंगल के अंदर जो है अपने सिंगों से फंसा हुआ पड़ा हुआ है. ഈ കോലാടിനെ ഒരു ദുഷ്ടമൃഗവും കണ്ടില്ല. इस मेढ़े को जो है किसी भी दुष्ट मृग ने नहीं देखा. वहां पे ഇടയനായ ദാവീദ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവന്റെ ആടുകളിൽ ഒന്നിനെ സിംഹം പിടിച്ചോണ്ട് പോയതാണ്. जब चरवाहा दाऊद जब अपने भेड़ों के साथ था तो उसके जो है सिंह जो है उसके भेड़ को उठाकर लेके चला गया था. ദാവീദ് നോക്കി നിൽക്കെ അവന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒരു ആടിനെ കരടി പിടിച്ചോണ്ട് പോയി. दाऊद जब देख रहा था उसी समय उसके आंखों के सामने से उसके भेड़ को जो है सिंह उठा के लेकर चला गया. ഈ കോലാടിനെ സംബന്ധിച്ചിടത്തോളം ഇടയൻ ഇല്ലെന്നു മാത്രമല്ല, ഈ കോലാട് കുരുങ്ങിക്കിടക്കുക. मतलब ये मेढ़ को अगर मेढ़े को देखा जाए तो वहां पर जो चरवाहा भी नहीं है और ये फंसा पड़ा हुआ है. ഏത് ദുഷ്ടമൃഗത്തിന് ഈ കോലാടിനെ പിടിക്കാം? कोई भी दुष्ट मृग इसको पकड़ सकता था. പക്ഷേ ഇസ്ഹാക്കിന് വേണ്ടി, അബ്രഹാമിന് വേണ്ടി ദൈവം കരുതിയ കോലാടിനെ ഒരു ദുഷ്ടമുഖത്തിന്റെ കണ്ണിൽ അകപ്പെട്ടു പോകാൻ ദൈവം ഇടപെട്ടില്ല. Praise the Lord. वहां पर इसहाक के लिए अब्राहम के लिए तैयार किए इस मेढ़े को जो है कोई भी दुष्ट मृग जो है उसकी वह दृष्टि नहीं कर सकता था. നിന്റെ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കി വച്ച നന്മ ഒരു ദുഷ്ടന്റെ കണ്ണിൽ അകപ്പെടുവാൻ ദൈവം आमीन. സമ്മതിക്കത്തില്ല. तेरे बच्चे के लिए तैयार किए हुए जो भलाई को जो है कोई भी दुष्ट जो है उसके ऊपर अधिकार नहीं रख सकता. തക്ക സമയത്ത് നിന്റെ കണ്ണിൽ തന്നെ വെളിപ്പെട്ടു വരും. आमीन. सही समय पे तेरे आंखों के सामने परमेश्वर वो प्रकट करके देगा. തലമുറകളെ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കരുതുന്നവനാണ് സ്വർഗ്ഗത്തിലെ ദൈവം. अभी भलाई जो है परमेश्वर तेरे बच्चे के लिए रखा तो निश्चय ही पूरा करके देने वाला परमेश्वर है वो. വൈമനാബലബ ശന്തലാലബ ശയബലബ ശന്തലാലബ. തലമുറകൾക്ക് വേണ്ടി കരുതുന്ന ദൈവം സമയത്തിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്ന പലതോടും ദൈവാത്മാവ് ഇന്ന് പൽക്കാലം आज സംസാരിക്കുക. सुबह के वक्त में जो परमेश्वर की आत्मा बात कर रहा है कि बच्चों के तैयार करने वाले सभी माता पिता के लिए परमेश्वर उस बच्चों को जिस स्थान में पहुंचाना है उस स्थान पे परमेश्वर पहुंचा के रहेगा. വൈമനാബലബ ശമ്പലബലബ ശയബലബ. धीरमन हदरगन धीबलबलबश വൈമനെ കംഷിയാസിയാല. बलबश. ചതുർമ്മ പണമുള്ള മത്സ്യത്തെ Oh Jesus. പത്രോസിന്റെ ചൂണ്ടലിൽ മാത്രമേ കൊത്തിയുള്ളൂ. हालेलुया. पत्रोस के जाल में ही जो है पत्रोस के कांटे में ही जो है उस मछली को फंसाया जिसके द्वार मुंह के अंदर जो है सिक्का रखा हुआ था. അനേകര് അവിടെ ചൂണ്ടയിട്ടോണ്ടിരിക്കും. अनेकों लोग जो है वहां पे कांटे डाल के बैठे हुए थे. തിബരിയാസ് കടലാണ്. आमिर तिबरियस जो है वो झील है वो. ചിലര് വല വീശിക്കൊണ്ടിരിക്കും. कई लोग वहां पे जाल बिछाए हुए हैं. പത്രോസിന് വേണ്ടി കരുതിയ മത്സ്യം മറ്റാരുടെയും ചൂണ്ട കൊത്തിയില്ല. आमिर पत्रोस के लिए जो तैयार किया मछली किसी और के पास नहीं पहुंची. ആര് വല എറിഞ്ഞാലും അവരുടെ വലയിൽ ഈ മീൻ അകപ്പെടത്തില്ല. कोई भी जाल फेंके उसके जाल में जो ये मछली नहीं फंसेगी. ദൈവത്തിലെ നിനക്ക് വേണ്ടി ഒരുക്കി വച്ച നന്മ അത് മറ്റാരുടെ വലയിൽ അകപ്പെടാതെ ചൂണ്ടയിൽ परमेश्वर के അകപ്പെടാതെ तेरे लिए तैयार किया हुआ ये मछली जो है तेरे ही जाल में फंसेगी, वो और किसी के जाल में नहीं फंसेगी. वो തക്ക സമയത്ത് വെളിപ്പെട്ടു വരും. अभी सही समय पे वो प्रकट होकर आएगा. ഞാൻ അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. കരുതുന്ന ദൈവം, കരുതുന്ന ദൈവം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം. उपाय करने वाला परमेश्वर जगह के लिए उपाय करके देगा. उरियावाला हदिरेवाला बशादियावाला दीवाबाबाला बश ओरियावाला वाला दीवाबाला बश शंदिरावाला हसिरावाला दीवाबाला बश उड़ावाला वाला बशियारावाला बश शंदिरावाला दीवाबाला बश शंदिरावाला हसिरावाला दीवाबाला बश उड़ावाला बश शंदिरावाला बशियारावाला दीवाबाला दीवाबाला हदरावाला बश शंदिरावाला दीवाबाला दीवाबाला दीरा भावा रबशदरा वाला बशिरा वाला दीवा वाला दीरा दीरा वाला वाला बशदरा दीवा वाला बशदरा वाला बशदरा उड़ा लावा वाला बशदरा वाला बाबा बस दीरा करा दीरा वाला बशदरा दीवा वाला बशदरा वाला दीवा पड़या तागच्चा दीरा वाला बशदरा
ഇസ്ഹാക്കിനെ കടത്തിയ യാഗപീഠത്തിന്റെ അടുത്ത് തന്നെ അവന് വേണ്ടിയുള്ള കോലാടും ഒതുങ്ങിക്കിടക്കുകയാണ്. इसहाक के लिए इसहाक को होम बलि पर लटाए उसी स्थान पे उसी जगह पर जो है उस भेड़ को भी फंसा के रखा हुआ था. എവിടെ നീ വേദനിച്ചുവോ അവിടെ തന്നെ തലമുറയ്ക്ക് വേണ്ടി ഇത് കരുതിയിട്ടുണ്ട്. आमीन. जहां पे तेरे दर्द सा वहीं पर तेरे बच्चे के लिए परमेश्वर तैयार करके रखा हुआ है. ഏത് തിബരിയാസ് കടലിൽ നാളുകളായി പത്രോസ് വല വീശിയോ അവിടെ തന്നെ ചതുരമ്പണമുള്ള മീനിനെ പത്രോസിന് വേണ്ടി ദൈവം ഒരുക്കി. आमीन. जिस तिबिरियास झील में जो है पतरस ने कई सालों से जो जाल बिछाता रहा वहीं पे जो पतरस के लिए जिस मछली को तैयार किया जिसके मुंह में सिक्का था. ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ദൈവം. आमीन. जहां पर तैयार किया वहां पे बच्चों के लिए उपाय करने वाला परमेश्वर. അങ്ങനെ വെളിപ്പാട് ദൈവാത്മാവ് കാണിക്കുന്നു. वैसा जो एक दर्शनाई परमेश्वर की आत्मा दिखा रहा है. ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ദൈവം. आमीन. जहां पर तैयार किया बच्चे को वहां उसके लिए तैयार किया वो भलाई को ഒതുക്കി വച്ചത് തക്ക സമയത്ത് കണ്ണിൽ വെളിപ്പെട്ടു വരും. आमीन. तैयार किया हुआ सही समय पर प्रकट होकर आएगा. തലമുറകളെ മാനിക്കുന്ന ദൈവം, बच्चों को मान सम्मान देने वाला परमेश्वर. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയുമല്ല. वो किसी का जो है उधारक नहीं है, ना कि किसी का जो है वो उधार लेके रखने वाला व्यक्ति नहीं है. വേദപുസ്തകം കയ്യിലെടുത്തവരുടെ തലമുറകളെ ദൈവം മാനിച്ചിട്ടുണ്ട്. आमीन. पवित्र शास्त्र को हाथ में लेने वाले को जो है परमेश्वर ने आशीष और अनुग्रह किया है. ആ കരുതൽ ദൈവം വെളിപ്പെടുത്താൻ. आमीन. वो कर्दिल जो है परमेश्वर जो उपाय जो है प्रकट करने वाला है. കാറ്റ് കാണത്തില്ല, മേഘം കാണത്തില്ല, वहां पे കുഴി കുഴിക്കും, വെള്ളം നിറയ്ക്കുവാൻ കർത്താവ് വിശ്വസ്തൻ. हालेलुया. प्रेज़. और वहां पे तुम हवा नहीं देखोगे, मेघ को नहीं देखोगे, तुम बस वहां पे गड्ढा खोदता हुआ जा. അപ്പോൾ ഒന്നാമത്തെ നടപ്പ് walk with God. सबसे पहला जो ദൈവത്തോട് ചേർന്നുള്ള നടപ്പ്. अभी परमेश्वर के साथ चलना. ശേഷം 3 നടപ്പുകൾ കൂടി ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കും. बाकी 3 और जो है चलना जो परमेश्वर साथ बताते हैं हम आपको. രണ്ടാമത്തെ, അപ്പോൾ ദൈവത്തോട് ചേർന്ന് നടന്നാൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും. आमीन. दूसरा जो है परमेश्वर के साथ चलोगे तो परमेश्वर के सानिध्य को अनुभव करोगे. ഇനി രണ്ടാമത്തെ നടപ്പ് walk before God, ദൈവത്തിന്റെ മുമ്പിൽ നടക്കണം. तीसरा जो है परमेश्वर के सामने चलना, आगे चलना. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. उत्पत्ति का जो है 17 का जो है पहला वाक्य. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. जब अब्राहम 99 वर्ष का हो गया तब यहोवा ने उसको दर्शन देकर कहा, मैं सर्वशक्तिमान ईश्वर हूं, मेरी उपस्थिति में चल और सिद्ध होता जा. എന്റെ മുമ്പാകെ നടക്കണം. എന്തിനാ? നിഷ്കളങ്കത്വം വെളിപ്പെടുത്തുവാൻ. मतलब मेरे उपस्थिति में चल ताकि अपनी निष्कलंकता को जो है प्रकट कर सके. ഈ അബ്രഹാം ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ മുമ്പിൽ നടന്നു. वहां पे अब्राहम जो है परमेश्वर से कहता है कि मैं तेरे आगे चला. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 40-ാം വാക്യം. അത് മലയാളത്തിൽ അത്ര ആശയം കിട്ടത്തില്ല, ഇംഗ്ലീഷിലാണ് ആശയമുള്ളത്. ഹിന്ദിയിലും വായിക്കണം. ഉൽപ്പത്തി 24-40 വാക്യം. उत्पत्ति 24 का जो है 40वां वाक्य. ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തന്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച്, നീ എന്റെ വംശത്തിൽ നിന്ന് പിതൃഭവനത്തിൽ നിന്നും എന്റെ മകന് ഭാര്യയെ എടുക്കുവാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും. ഇംഗ്ലീഷിൽ the Lord before whom I walk, അങ്ങനെ ഇംഗ്ലീഷിൽ. तब उसने मुझसे कहा, यहोवा जिसके सामने मैं चलता आया हूं वह तेरे संग अपने दूत को भेजकर तेरी यात्रा को सफल करेगा और तू मेरे कुल और मेरे पिता के घराने में से मेरे पुत्र ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ നടന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. वहां पे क्या प्रकट किया हुआ है कि मैं परमेश्वर के सामने चला. അപ്പോൾ രണ്ടാമത്തെ നടപ്പ് ദൈവത്തിന്റെ മുമ്പിൽ ഉള്ള നടപ്പ്. दूसरा जो चलना जो है वो परमेश्वर के सामने चलना है. എന്തിനാണ്? നമ്മുടെ നിഷ്കളങ്കത്വം വെളിപ്പെടുത്തുവാൻ. इसलिए हमारी निष्कलंकता को प्रकट करने के लिए. ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ വ്യക്തത കിട്ടും. 116-ാം സങ്കീർത്തനം 9-ാം വാക്യം. 116 भजन संगीता उसका 9वां वाक्य. 116-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. 116 का 9वां वाक्य.
ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. സോറി. मैं जीवित रहते हुए 116:9. ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ മുൻപാകെ നടക്കും. അതാ, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിലുള്ള നടപ്പ്. मैं परमेश्वर के सामने चलने वाला चलन. मैं जीवित रहते हुए, അതായത് നമ്മളെ ദൈവം കാണുന്നു എന്ന ബോധമാണത്. मतलब कहने का मतलब यही है कि परमेश्वर हमें देखता है. ഒന്നും കൂടെ വ്യക്തത കിട്ടും. സദൃശ്യവാക്യങ്ങൾ 5:21. സദൃശ്യവാക്യങ്ങൾ 5:21. മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു. അപ്പോൾ വ്യക്തത കിട്ടി. അപ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ നടക്കുക എന്ന് വെച്ചാൽ परमेश्वर के सामने चलना है अगर कहे तो നമ്മുടെ നടപ്പുകളെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. हमारे चलन को जो है, हमारा जो चलना जो है परमेश्वर देखता रहता है. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നാം വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തലാണ്. परमेश्वर के सामने चलने का अर्थ है कि हम पवित्रता के साथ जीवन जी रहे हैं. ഇനി മൂന്നാമത്തെ നടപ്പ്, अब तीसरा जो चलना है, വോക്ക് ആഫ്റ്റർ ദ ലോർഡ്, കർത്താവിന്റെ പുറകാലേ ഉള്ള നടപ്പ്. तीसरा जो है परमेश्वर के पीछे चलना. കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ എന്റെ പിന്നാലെ വരുവീൻ എന്ന് പറഞ്ഞാ വിളിച്ചത്. जब मसीह ने शिष्यों को बुलाया, चेलों को बुलाया, तो मेरे पीछे चलने के लिए कहा. മത്തായി സുവിശേഷം 4:19. मത്താई का सुसमाचार 4:19. 4:19. എന്റെ പിന്നാലെ വരുവിൻ. കണ്ടോ, എന്റെ പിന്നാലെ വരുവിൻ. വോക്ക് ആഫ്റ്റർ ദ ലോർഡ്, കർത്താവിന്റെ പുറകാലേ നടക്കണം. यीशु ने उनसे कहा मेरे पीछे चले आओ. मसीह ने पीछे चलने के लिए बुलाया उनको. അങ്ങനെ കർത്താവിന്റെ പുറകാലേ നടന്നാലുള്ള നേട്ടം എന്തുവാ? पर मसीह के पीछे चलने से क्या फायदा मिलेगा? 17-ാം സങ്കീർത്തനം 5-ാം വാക്യം. 17वां भजन संगीता का जो है 5वां वाक्य. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എന്റെ കാൽ വഴുതിയില്ല. 17-ാം സങ്കീർത്തനം 5-ാം വാക്യം. എന്റെ നടപ്പ് നിന്റെ ചുവടുകൾ തന്നെയായിരുന്നു, എന്റെ കാൽ വഴുതിയതുമില്ല. തന്നെയായിരുന്നു, എന്റെ കാൽ വഴുതിയില്ല. അപ്പോൾ കർത്താവിന്റെ പുറകാലെ നടന്നാൽ കാല് വഴുതി പോകത്തില്ല. मेरे पांव तेरे पथों पे सिर रहे, फिसले नहीं. കർത്താവ് മുമ്പിൽ നടക്കുന്നു, നാം അവന്റെ പുറകാലെ നടക്കുന്നു. आमीन. मसीह हमारे आगे चल रहा है और हम उसके पीछे चल रहे हैं, जिसकी वजह से हमारे पांव फिसलते नहीं है. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. 3-4 വാക്യങ്ങളില് അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. അവന് വാതിൽ കാവൽക്കാർ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ഇതാണ് വോക്ക് ആഫ്റ്റർ ദ ലോർഡ്. മൂന്നാമത്തെ നടപ്പ് കർത്താവിന്റെ പുറകാലെ നടക്കുക. तीसरा जो चलना है वो परमेश्वर के पीछे चलना है. ഒന്ന് വോക്ക് വിത്ത് ഗോഡ്, കർത്താവ് ദൈവമായിട്ട് ചേർന്ന് നടക്കുക. पहला जो है परमेश्वर के साथ चलना है, मिलकर चलना है. നേട്ടം, കരുതലിന്റെ ശബ്ദം കേൾക്കാം. दूसरा जो है उपाय का शब्द सुनते हैं हम. 2 ദൈവത്തിന്റെ മുമ്പിൽ നടക്കുക. दूसरा जो है परमेश्वर के आगे चलना. നേട്ടം, വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിയും. प्राप्त करते एक पवित्रता से भरा जीवन जी सकते हैं. 3 കർത്താവിന്റെ പുറകാലെ നടക്കുക. तीसरा जो है मसीह के पीछे चलना है. നേട്ടം, കാല് വഴുതി പോകത്തില്ല. वो हमारा पांव नहीं फिसलेगा. ഇനി 4-ാമത്തെ നടപ്പ് चौथा चलन വോക്ക് ഇൻ ദ ലോർഡ്, मसीह में चलना. കർത്താവിൽ നടക്കുക. मसीह में चलना. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. कुलुस्सियों के अध्याय, दूसरे अध्याय का 6-7. 6-7वां वाक्य. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. उसकी संगति में चलना है. അതൊന്നും കൂടെ നമുക്ക് വ്യക്തത കിട്ടും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ. യോഹन्ना का सुसमाचार 15-ാം അധ്യായം 15वां अध्याय को जब पढ़ेंगे तब हमें समझ में आता है. ആദ്യ 4-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം. എന്നിൽ വസിക്കുവിൻ. എന്നിൽ വസിപ്പിൻ. അത്രേ മതി. मुझ में वास करना. dwell in me, എന്നിൽ വസിക്കണം. मुझ में वास करना. ഇനി നമുക്ക് 16-ാം വാക്യം വായിക്കാം. अब 16वां वाक्य पढ़ेंगे हम. 16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും. അപ്പോൾ എന്നിൽ വസിപ്പീൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത കർത്താവ് പറയുകയാണ്, ഇനി നിങ്ങൾ പോയി ഫലം കായ്ക്കണം. ഇതാണ് വോക്ക് ഇൻ ദ ലോർഡ് എന്ന് പറയുന്നത്. मतलब तुम मुझ में वास करो. यहाँ पे बोलने के बाद मसीह कहता है कि तुम जाकर फल लाओ.
അപ്പോൾ കർത്താവിൽ നടന്നാൽ ബലം കഴിക്കാൻ കഴിയും. तुम अगर मसीह में, हम मसीह में अगर रहते हैं तो फिर हम जाके फल लेकर आ सकते हैं. അപ്പൊ ലൂക്കോസ് പറഞ്ഞു, लूकोस ने कहा, കുറേനക്കാരനായ ശീമോനെ ക്രൂശ് ചുമപ്പിച്ചു, कुरेनवासी जो है, പിന്നാലെ നടത്തിച്ചു. मतलब कुरेनवासी शिमोन को जो है क्रूस उठाकर जो है यीशु के पीछे चलाया. അതിനെപ്പറ്റി ശേഷം ഭാഗങ്ങൾ നാളെ നമുക്ക് പിന്നെയും പഠിക്കാം. उसके बाद की बातें जो है हम कल भी पढ़ेंगे. 4 ക്രിസ്തീയ നടപ്പുകൾ നമ്മൾ കണ്ടു. चाल जो है मसीह के जो है चलन के बारे में हमने देखा. ഒന്ന് കർത്താവിന്റെ കൂടെ നടക്കുക, एक मसीह के साथ चलना, നേട്ടം കർത്താവിന്റെ കരുതൽ വെളിപ്പെടും. प्राप्त करना है उपाय परमेश्वर का. 2 കർത്താവിന്റെ മുമ്പിൽ നടക്കുക, दूसरा मसीह के सामने चलना है, നേട്ടം വിശുദ്ധ ജീവിതം നയിപ്പാൻ. प्राप्त करना है पवित्रता से भरा हुआ जीवन. 3 കർത്താവിന്റെ പുറകാലേ നടക്കുക, तीसरा जो है मसीह के पीछे चलना है, നേട്ടം കാല് വഴുതി പോകത്തില്ല. प्राप्त करना है कि हम नहीं फिसले. 4 കർത്താവിൽ വസിക്കുക, चौथा जो है मसीह में वास करना, നേട്ടം ബലം കായ്ക്കുവാൻ കഴിയും. मतलब फल जो है प्राप्त करेंगे हम. തലകളെ വണക്കാം, കണ്ണുകളെ അടിക്കാം. सर झुकाते हैं और प्रार्थना करते हैं. കരുതുന്ന കർത്താവ് നമുക്കായിട്ടുണ്ട്. आमीन. प्रेज द लॉर्ड जीसस. അവൻ നമുക്കായി കരുതുന്നവനാണ്. മനുഷ്യന്റെ സഹായം വ്യർത്ഥം, കർത്താവ് നമുക്കായി കരുതും. മോറിയാമലയിൽ അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവം, ചുങ്കം കൊടുക്കാൻ കഴിയാതെ പതറി നിൽക്കുന്ന പത്രോസിന് വേണ്ടി തിബിരിയാസ് കടലിൽ കരുതിയ കർത്താവ് ഇന്നും നമുക്കായി ജീവിക്കുന്നു. നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കരുതുന്ന ഒരു കർത്താവുണ്ട്. കരുതുന്ന കർത്താവ്. ചുടലവഷന്തലവഷ് ക്രൂശ് ചുമപ്പാൻ നിർബന്ധിക്കപ്പെടും. ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. ക്രൂശിൽ ജീവൻ തന്ന് നമ്മളെ രക്ഷിച്ച ആ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു സുവിശേഷം പറയുവാൻ, മരുഭൂമിയിലേക്ക് പോകുവാൻ, നന്മ ചെയ്യുവാൻ, അക്കരയ്ക്ക് പോകുവാൻ നമ്മളെ നിർബന്ധിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസ്തയോടുകൂടി കർത്താവിന്റെ വേല ചെയ്യാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവനാർക്കും കടക്ക